കൃപാസനം മരിയൻ ഉടമ്പടി ധ്യാനത്തിലേക്ക് നമ്മൾ ഭക്തിപൂർവ്വം പ്രവേശിക്കുകയാണ്. ഈശോയുടെ നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 ഇതുപോലൊരു ആരാധനാ മധ്യയാണ് ദൈവമാതാവ് ഈ അൾത്താരയിൽ പ്രത്യക്ഷയായിക്കൊണ്ട് സമയ ഘടികാരം നെഞ്ചിൽ ചാർത്തി പ്രത്യക്ഷയായിക്കൊണ്ട് ദുരന്തം ഉണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്ന വലിയ സന്ദേശം കൈമാറിയത്. ജീവിതത്തിൻ്റെ വിവിധ ദുരന്ത മുഖങ്ങളിലൂടെ കടന്നു പോകുന്ന നമ്മളോടും പരിശുദ്ധ ദൈവമാതാവ് പറയുന്നത് ഇപ്രകാരം തന്നെയാണ്. അവൻ പറയുന്നത് പോലെ ചെയ്തുകൊണ്ട് ജീവിതത്തെ വിശുദ്ധീകരിച്ചുകൊണ്ട് ദൈവ കൃപയ്ക്ക് നമ്മളെ തന്നെ പ്രാപ്തരാക്കുവാൻ. മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന നമുക്കെല്ലാവർക്കും ഈശോയെ ഉടമ്പടി നിബന്ധനകൾ വിശ്വസ്തതാപൂർവം ദൈവസ്നേഹത്തോടെ പാലിക്കുവാനുള്ള വലിയ കൃപ നൽകണമേ എന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ ഈ ധ്യാനം നയിക്കുവാൻ പോകുന്ന കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ ദൈവപിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിവിധ സമയങ്ങളിലെല്ലാം ഈ ആരാധനയിൽ ആരെല്ലാം പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നുവോ അവർക്കെല്ലാം ഈ മരിയൻ ഉടമ്പടി ആരാധന വഴിയായിട്ട് വലിയ മരിയൻ സമാശ്വാസവും സന്ധിപ്പും ലഭിക്കുവാൻ കൃപയാകണമേ എന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നാളിതുവരെ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു പോയിട്ടുള്ള എല്ലാ കുടുംബങ്ങളെയും സ്ഥാപനങ്ങളെയും ഈ അൾത്താരയിൽ സമർപ്പിച്ച് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ ഓൺലൈൻ ഉടമ്പടി വഴിയായും ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ വഴിയായും കൃപാസനത്തിൻ്റെ വിവിധ ഓൺലൈൻ ശുശ്രൂഷകളിലൂടെയും എല്ലാം വിവിധ സമയങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് നിയോഗങ്ങൾ സമർപ്പിച്ചിട്ടുള്ള മുഴുവൻ മക്കളെയും ഈ അൾത്താരയിൽ സമർപ്പിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഈശോയെ, ആ മക്കളെയെല്ലാം കൃപാസനത്തിൽ പ്രത്യക്ഷയായ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 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 ദിവ്യകാരുണ്യ സന്നിധിയിലായിരുന്നുകൊണ്ട് കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന നമുക്ക് ഏറ്റുചൊല്ലാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആരാധന കർത്താവേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കളുടെ ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ആത്മാവിൽ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗവും മൗനമായി നിന്നുകൊണ്ട് ദിവ്യകാരുണ്യ സന്നിധിയിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥതയിൽ നമ്മളുടെ ജീവിത നിയോഗങ്ങൾ നമുക്ക് സമർപ്പിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആരാധന ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന ഹല്ലേലൂയ. മഹത്വം ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 26-ാം തീയതിയാണ് നമ്മളുടെ അഖണ്ഡ ജപമാല മഹാറാലി. അപ്പോൾ അതിൻ്റെ പുതിയ റൂട്ടുകൾ നമ്മൾ ഈ വർഷം പോകുന്ന
നമ്മൾ പൂർണ്ണമായിട്ടും തന്നെ ഏതാണ്ട് 300 മീറ്റർ ഒഴിച്ച് ബാക്കി എല്ലാം തീരദേശം റോഡ് ഒഴിവാക്കുകയാണ്. ട്രാഫിക്കിന് ജാമുണ്ടാകാതിരിക്കാൻ വേണ്ടിയും പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടിയും ഒരു വളരെ ലളിതമായ വിശാലമായ ഒരു പുതിയ പാത നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അത് കടലോരത്ത് കൂടിയാണ്. അതിമനോഹരമായി കാറ്റും കൊണ്ട് നല്ല തണലത്ത് കൂടി വിശാലമായി നമുക്ക് പ്രാർത്ഥിച്ചു പോകാം. ആരും കടലിൽ ഇറങ്ങുകയൊന്നും ചെയ്യരുത്. പോലീസിനെയൊക്കെ നിർത്തിയിട്ടുണ്ട്. അവിടെ പോലീസുണ്ടാവും. കടൽ കാണുമ്പോൾ തന്നെ ചില കുഞ്ഞുങ്ങൾക്ക് ചാടി കടലിൽ ഇറങ്ങണം തോന്നുകയെ. പ്രാർത്ഥിക്കാൻ വന്നവരാണെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് തന്നെ, അല്ലാത്തവർ വരേണ്ട അവർ ആവശ്യമില്ല. ഹാർട്ട് പേഷ്യൻ്റ് അവരെ ചെയ്യേണ്ട കാര്യം, അവർ വരേണ്ടതെന്ന് ഞാൻ പറയത്തില്ല. കാര്യം അനുദിനം ജനങ്ങളെ ദൈവം സുഖപ്പെടുത്തേണ്ട ഒരു സ്ഥലമാണിത്. പക്ഷേ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു പ്രിക്കോഷൻ ഉണ്ടാകണം. കാര്യം തിരക്കാണ്, തിക്കും തിരക്കുമാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് റാലിയുടെ സമ്പൂർണ്ണമായ ഫലം കിട്ടാൻ വേണ്ടിയുള്ള ഒരു ലളിതമാർഗ്ഗം അച്ഛൻ പറഞ്ഞുതരാം. നിങ്ങൾ അർത്തിങ്കൽ വരിക. കടലോരത്ത് പടിഞ്ഞാറ് കുരിശടിയിലാണ് റാലി വന്ന് തിരിയണത് കിഴക്കോട്ട്. അപ്പോൾ പടിഞ്ഞാറ് കുരിശടിയിൽ നിന്ന് ഞങ്ങളുടെ കൂടെ നിങ്ങൾക്ക് പോരാം. സുന്ദരമായി ഈ റാലിയുടെ മുഴുവൻ ഫലം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ പ്രായമുള്ളവരും ഇപ്പം ചിലർ പറഞ്ഞു, അച്ഛാ എനിക്ക് നടക്കാം അച്ഛാ, എന്നെ ഇങ്ങനെ ഒഴിവാക്കല്ലേ എന്നൊക്കെ പറയും. വീട്ടിലുള്ളവരാണെങ്കിൽ ഞാൻ പറയണ കേട്ട് നിങ്ങളുടെ മേക്കിട്ട് കയറും. അച്ഛൻ പറഞ്ഞ് കേട്ടില്ലേ, പിന്നെ എന്ത് എടുപ്പിനാണ് അങ്ങോട്ട് ഓടിച്ച് ചെല്ലണം, നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പാടില്ലെന്ന് വീട്ടുകാർ ചോദിക്കും. അങ്ങനെ വീട്ടുകാരും ആരുടെയും കാലിലും കൈയും കെട്ടേണ്ട കാര്യമില്ല. പ്രാർത്ഥിക്കാൻ മനസ്സുള്ളവർ, അതൊരു ദൈവകൃപയാണ്. പ്രാർത്ഥിക്കാൻ തോന്നുക, എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ലല്ലോ, അതൊരു ദൈവകൃപയാണ് പ്രാർത്ഥിക്കാൻ തോന്നുന്നത്. ഈ പ്രയാസത്തിൻ്റെ കാലഘട്ടത്തിലും പ്രായമായ കാലഘട്ടത്തിലും പ്രാർത്ഥന നിലനിർത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വല്ലാത്ത അനുഗ്രഹമാണ്. പക്ഷേ അതുകൊണ്ട് തന്നെയാണ് അവർക്ക് വേണ്ടി കൂടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞങ്ങൾ വരണത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇത്തിരി അവശതയുള്ളവരും പ്രായമുള്ളവരും രോഗമുള്ളവരും ഒക്കെ ആ പടിഞ്ഞാറ് കുരിശടിയിൽ നിന്ന് നിൽക്കുക. നിങ്ങൾക്ക് വേണേൽ സ്വന്തമായിട്ട് ഞങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വന്തമായിട്ട് റാലി നടത്തി പ്രാർത്ഥിച്ചുകൊണ്ട് പോകാം. ഞങ്ങൾ വരുമ്പോൾ ഞങ്ങളുടെ കൂടെ ചേരുകയും ചെയ്യാം. ഓക്കെ, ക്ലിയർ അല്ലേ? ആവശ്യമായ ഭക്ഷണവും വെള്ളമൊക്കെ അവിടെ പള്ളിമുറ്റത്ത് നമുക്ക് ക്രമീകരിച്ചിട്ടുണ്ട്. പോകുന്ന വഴിക്കും ആംബുലൻസ് ഉണ്ട് എല്ലായിടത്തും. 12 കട്ട് റോഡുകളുണ്ട്. അവിടെ എല്ലാം ആംബുലൻസ് ക്രമീകരിച്ചിട്ടുണ്ട്. പിന്നെ വെള്ളം ക്രമീകരിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങളൊരു കിറ്റ് എടുക്കണം. ഒരു കിറ്റ് എന്തിനു വേണ്ടിയാണ്? ഈ കുഴഞ്ഞ മണ്ണില്ലേ, ഇങ്ങനെ നമുക്ക് ചവിട്ടിയാൽ ഇങ്ങനെ പൂണ്ടുപോയിട്ട് ചെരുപ്പിട്ട് മണ്ണൊക്കെ അടിക്കണ ഒരു സംഭവമുണ്ട്, ചെരുപ്പ്, വള്ളിച്ചെരുപ്പ്. അപ്പം അങ്ങനെ കുഴഞ്ഞ മണ്ണിൽ കയറി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ തൽക്കാലത്തേക്ക് ആ ചെരുപ്പെടുത്ത് കിറ്റിൽ വെക്കാൻ വേണ്ടിയാണ്. ചെരുപ്പിൽ ഇല്ലാതെ ആ മണ്ണിൽ കൂടെ നടന്നാലും കാല് പൊള്ളും. നല്ല കാര്യം, കാല് പൊള്ളിക്കൊണ്ടൊരു 10 ജപമാല ചെല്ല്, എന്താ കുഴപ്പം? കാര്യം ലോകത്ത് അതായത് യുദ്ധം നടക്കുകയല്ലേ, ആർക്കും തടുക്കാൻ പറ്റണ്ട. ഇപ്പം എന്താണ്, പുതിയ നെതിനഹുവിൻ്റെ വീടിൻ്റെ നേരെ ഡ്രോൺ വന്നിരിക്കുന്നു. ഇപ്പോഴെന്താ ലാസ്റ്റ് കിട്ടുന്ന വാർത്ത എന്താണ്? യുദ്ധം നിർത്താതിരിക്കാൻ ഇസ്രയേൽ തന്നെ ഡ്രോൺ പ്രധാനമന്ത്രിക്ക് നേരത്തെ വിട്ടതാണെന്നല്ലേ പുതിയതായിട്ട് പറയണത്. ഒക്കെ അറിയത്തില്ല, പല സംഭവങ്ങൾ നടക്കും. ഇപ്പം നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയെന്നതിൻ്റെ അർത്ഥം ലോകത്തിൻ്റെ സമാധാനം കയ്യിൽ നിന്ന് വിട്ടുപോയി. നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോണ കാര്യങ്ങൾ ഒത്തിരി ഉണ്ട്. സമാധാനം മാത്രമല്ല, ജീവനുമൊക്കെ കയ്യിൽ നിന്ന് വിട്ടുപോകും. പിടിക്കാൻ വേണ്ടി ഒരാളുണ്ട്. ആരാണ്? കർത്താവ്. കർത്താവിനെ കൊണ്ട് പിടിപ്പിക്കാൻ ഒരാളുണ്ട്. ആരാണ്? പരിശുദ്ധ അമ്മ. കൈയടിക്കട്ടെ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതിൻ്റെ മുഴുവനും വീഡിയോ പുതിയ വഴിയുടെ പുതിയ റാലി പോകുന്ന പുതിയ വഴി ഇവിടുന്ന് അർത്തിങ്ക വരെയുള്ളത് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഏത് വഴികളിലൂടെയാണ് പോണത് എന്നുള്ളത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ആ വഴിയെല്ലാം കാണിച്ചുകൊണ്ട് അർത്തിങ്ക വരെ പള്ളി വരെയുള്ള വീഡിയോ നമ്മൾ അപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 37,000 പേരത് കണ്ടിട്ടുണ്ട്. ബാക്കിയുള്ളവർ കൂടി ഉടനെ ആ വീഡിയോ കാണണം. ഓക്കെ, ഇത് തന്നെ കാണണം. തന്നെ ഇത് അപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം റാലിയുടെ റൂട്ട് നോക്കിയേക്കണം. വെള്ളം, കുട, തൊപ്പി, ഇത്രയും സംഭവം കൈ കരുതുന്നത് നല്ലതാണ്. നല്ല വെയിലാണെങ്കിൽ നമുക്കൊരു തൊപ്പി എന്തെങ്കിലും തലയിൽ വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ കുട വേണം. മഴ ഇൻ കേസ് വന്നാൽ, ന്യൂനമർദ്ദമൊക്കെ ഇപ്പോൾ നോക്കിയേ, കേരളത്തിലെ സമയം കണ്ടില്ലേ. പണ്ട് നമുക്ക് 120 ദിവസമാണ് നമുക്ക് മഴ കിട്ടിക്കൊണ്ടിരുന്നത് പരമ്പരാഗതമായിട്ട്.
ഇപ്പോൾ മഴച്ചുരുക്കം എന്നും പറഞ്ഞ സംഭവം നടക്കുന്നുണ്ട്. അതൊരു ക്ലൈമറ്റ് ഫിനോമിനയാണ്. മഴച്ചുരുക്കം. എന്താ കാര്യം? 80 ദിവസമായിട്ട് മഴ കുറഞ്ഞിട്ടുണ്ട്. അപ്പോഴും മഴയ്ക്ക് എന്താ സംഭവിച്ചിരിക്കണത്? ആ ചെറിയ സ്ഥലം, ചെറിയ മഴ, പക്ഷേ പെരുമഴ. മഴയുടെ പ്രകൃതി മാറി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ മഴ 5 മിനിറ്റേ പെയ്യത്തുള്ളൂ. സ്വിച്ചിട്ട പോലെ പെയ്യും, ചുട്ടിട്ട പോലെ നിൽക്കും. പണ്ട് ചാറ്റ മഴ എന്ന് പറഞ്ഞാൽ ആ വൊക്കാബുലറി തന്നെ പോയിരിക്കുകയും. ഇനി അടുത്ത തലമുറ അങ്ങനെ പറയത്തില്ല. അടുത്ത തലമുറ ചാറ്റ മഴയെന്ന് നമ്മുടെ നിഘണ്ടുവിൽ തന്നെ പോയി. അങ്ങനെ ഒരു മഴ ഇല്ല ഇപ്പോൾ. കണ്ടില്ലേ? നോക്കിയേ, പെയ്യുമ്പോൾ ഒറ്റയടിക്ക് പെയ്യും, 5 മിനിറ്റ് കൊണ്ട് പെയ്യും, പ്രളയമാക്കി കളയും. അതുകൊണ്ടാണ് കുട വേണമെന്ന് പറഞ്ഞത്. നിങ്ങൾ ചാറ്റ മഴയ്ക്ക് ഇങ്ങനെ ഈ 5 വിരലിൽ വെച്ചുകൊണ്ട് പോണ പരിപാടിയില്ലേ, അത് നടക്കത്തില്ല. കാലം മാറി, ശരിക്കും മാറി. കാരണം ദുരന്തം ഉണ്ടാകാൻ പോകണമെന്നല്ലേ അമ്മ പറഞ്ഞത്. 2004 പ്രത്യക്ഷപ്പെട്ടപ്പോൾ എന്താ പറഞ്ഞത്? ദുരന്തം ഉണ്ടാകാൻ പോകുന്നു. അന്റാർട്ടിക്കയിലൊക്കെ പച്ചപ്പായില്ലേ? അന്റാർട്ടിക്കയിൽ പച്ചപ്പെന്ന് പറയണത് ഉണ്ടാകത്തില്ലല്ലോ ഒരിക്കലും. അവിടെ അന്റാർട്ടിക്ക ധ്രുവപ്രദേശമല്ലേ, അവിടെ എന്താണ് മുഴുവൻ മഞ്ഞ് മൂടിയ സ്ഥലമാണ്. അവിടെ പച്ചപ്പാണെങ്കിൽ ഉള്ള അവസ്ഥ എന്തായിരിക്കും? അവിടെ പച്ചപ്പാണെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യുന്നറിയാം അല്ലേ? കാലാവസ്ഥ വ്യതിയാനം ഉണ്ടായിരിക്കുന്നു. അത് ഈ പച്ചപ്പെന്ന് പറയുന്നത് നമുക്ക് ഒരു കാലത്ത് നല്ല ഒരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്തിനാണ് നമ്മൾ പച്ചപ്പെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പച്ച പിടിക്കുക. ഇന്ന് പച്ച പിടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുരന്തം ഉണ്ടാകേണ്ടതിൻ്റെ അർത്ഥം മാറി, അനുഭവങ്ങൾ മാറി, നമ്മളുടെ വൊക്കാബുലറി അർത്ഥമെല്ലാം മാറി. ഇന്ന് പണ്ട് പച്ച പിടിച്ചെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം രക്ഷപ്പെട്ടെന്നതിൻ്റെ അർത്ഥം. ഇന്ന് പച്ച പിടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം ദുരന്തം ഉണ്ടാകാൻ പോകുന്നു എന്നാണ്. അമ്മ ഇത് 2004 പറഞ്ഞതാണ്. കൃപാസനം പ്രത്യക്ഷീകരണത്തിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി അതാണ്. ദുരന്തം ഉണ്ടാകാൻ പോകുന്നു. എന്ത് ചെയ്യണം? പ്രാർത്ഥനയല്ലാതെ വേറെ മാർഗമില്ല. വേറെ മാർഗമില്ല. ഇപ്പം മലയാലപ്പുഴയൊക്കെ മയിലിറങ്ങിയെന്ന് പറഞ്ഞ് പത്രത്തിൽ കണ്ടില്ലേ? മയിലിറങ്ങണത് സാധാരണഗതിയിൽ ചതുപ്പ് നിലങ്ങളിലാണ്. പൂർണ്ണമായിട്ട് ചില സ്ഥലങ്ങളിൽ ചില 5000 മീറ്റർ മുകളിൽ മയിൽ സഞ്ചരിക്കത്തില്ല. ഉത്തരാഖണ്ഡിൽ മയിൽ 6000 മീറ്റർ മുകളിലാണ് ഉത്തരാഖണ്ഡിൽ മയിലുള്ളത്. അപ്പോൾ 6000 മീറ്റർ മുകളിൽ കാലാവസ്ഥ ഭേദം ഉണ്ടായെന്നർത്ഥം. ഇതെല്ലാം ദുരന്തത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ഇടുക്കി മേഖലയിലൊക്കെ ഇപ്പോൾ ഒത്തിരി മയിലായി. ഇപ്പോൾ കർഷകൻ്റെ കാര്യം സോഹ മയിലല്ലേ കർഷകനെ എല്ലാം നശിപ്പിക്കണം. പരിപ്പാത്രത്തിൽ മയിൽ കയറാൻ പോവുകയാണ്. അപ്പോൾ ഇതെല്ലാം ഭംഗിയായിട്ട് ഈ കാലത്തിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ ഭംഗിയെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങൾ സംഭവിക്കും, പക്ഷെ അനുഭവത്തിൽ ദുരന്തമാണ്. മനസ്സിലായില്ലേ? സൗന്ദര്യത്തിൻ്റെ വേഷവും കെട്ടിക്കൊണ്ട് ദുരന്തമാണ് വിരുന്ന് വരണത്. അതാണ് അമ്മ പറഞ്ഞത്. ദുരന്തം ഉണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞേ. ദുരന്തം ഉണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കണം. എൻ്റെ സമയമാണ് 10:08 കാണിക്കുന്നത്. സമയഘടികാരം നെഞ്ചിൽ ചാർത്തിക്കൊണ്ട് അമ്മയാണ് ഈ വിഷയം നമുക്ക് കൺവേ ചെയ്ത് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോകവ്യാപകമായ രീതിയിൽ കൃപാസനം പ്രത്യക്ഷീകരണം പഠിക്കപ്പെടുകയും പ്രാർത്ഥിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ ഒരു ആവശ്യമാണ്, നമ്മുടെ ആവശ്യം എന്നതിനേക്കാളുപരി. ആ പ്രാർത്ഥനയുടെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് എന്ത് തന്നിരിക്കുന്നത്? ഉടമ്പടി തന്നിരിക്കുന്നത്. എന്നാൽ ഉടമ്പടി പണ്ടുണ്ടായിരുന്നതല്ലേ? ബൈബിൾ ഉണ്ടായിരുന്നതല്ലേ? ഉടമ്പടി ഒരു പ്രായോഗിക ജനകീയ പദ്ധതി പ്രയോഗമായ രീതിയിൽ ജനലക്ഷങ്ങളെ ഉടമ്പടി എടുക്കുന്ന എല്ലാവരെയും അത് ദൈവം അക്സെപ്റ്റ് ചെയ്യുകയും അപ്പം തന്നെ ആ ഫയൽ ഓപ്പൺ ചെയ്തിട്ട് സൈൻ ചെയ്ത് പോവുകയാണ്. ഉടമ്പടി എന്താണ്? ഉടനടി പരിഹാരം എന്നല്ലേ പറയണം. അപ്പോൾ ഉടമ്പടി കറക്റ്റായിട്ടാണ് നിങ്ങൾ പാലിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫലവും അതുപോലെ തന്നെ. കാര്യം എന്താണ്? അത് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണവും സാധൂകരണവുമാണ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഇപ്പോഴ് ഈ വർഷത്തെ ഒരു പ്രത്യേകത 20 വർഷം തികയാണ്. അപ്പം മാതാവ് ഈ അൾത്താരയിലെ പ്രത്യക്ഷപ്പെട്ടത് 2004 ഡിസംബർ 7-ാം തീയതിയാണ്, ഉച്ചയ്ക്ക് 2:30 മണിക്ക്. അപ്പോൾ അതിൻ്റെ 20 വർഷം തികയാണ് 2024. അപ്പോൾ എൻ്റെ മനസ്സിൽ കർത്താവ് നേരത്തെ ഒരു സൂചന തരുമായിരുന്നു, സംതിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ എന്ന്. എന്തോ ദൈവം ഇതിൻ്റെ അഡീഷണൽ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞ് എനിക്കൊരു ധാരണ കിട്ടുമായിരുന്നു. പക്ഷേ
ഇപ്പോൾ ഒക്ടോബർ മാസം അമ്മയുടെ മാസമായപ്പോഴാണ് അത് വെളിവായത്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ അനുദിന അനുഗ്രഹ പ്രാർത്ഥന തുടങ്ങിയിരിക്കുന്നത്. കണ്ടില്ലേ നിങ്ങൾ? അനുദിന അനുഗ്രഹം എല്ലാ ദിവസവും 5:30 അച്ഛൻ നിങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കും. എല്ലാ ദിവസവും 5:30 എന്നിട്ട് മെസ്സേജ് പറയും. എല്ലാ വിഷയവും പ്രാർത്ഥിക്കും. നിങ്ങൾ ഉടമ്പടി എടുത്ത വിഷയങ്ങൾ, ഉടമ്പടി എടുക്കാത്തവരാണെങ്കിൽ എടുക്കാൻ പോകുന്ന വിഷയങ്ങൾ, ലൈറ്റാക്കാൻ്റെ റിക്വസ്റ്റ് ഇട്ടിരിക്കുന്ന വിഷയങ്ങൾ, ഓൺലൈൻ ഉടമ്പടി വെച്ചിരിക്കുന്ന വിഷയങ്ങൾ, ഇനി കൃപാസനത്തിൽ വരണമെന്ന് ആഗ്രഹിച്ചിട്ട് എന്ത് പ്രാർത്ഥിക്കണമെന്ന് മനസ്സിൽ വിചാരിക്കുന്നവരുടെ വിഷയങ്ങൾ എല്ലാം അഡ്രസ്സ് ചെയ്തുകൊണ്ട് എല്ലാ ദിവസവും അനുദിനം പ്രതിദിനം നമ്മൾ 5:30 ഒരുമിച്ച് കൂടും. അപ്പോൾ യൂട്യൂബിൽ നിങ്ങൾ നോക്കിയേക്കണം. എല്ലാ ദിവസവും അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. കാര്യം 10 മിനിറ്റ് ആ സന്ദേശമുള്ളത്. 10 മിനിറ്റ് കൊണ്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന തീരും. 10 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ അന്നത്തെ ദിവസം, ഇപ്പോൾ ഒരു ദിവസം നിങ്ങൾ കോടതി പോണ ദിവസമാണെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ നിങ്ങൾ PR-ൻ്റെ ദിവസമാണ്, ഇൻ്റർവ്യൂ ദിവസമാണെന്ന് വിചാരിച്ചോ. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇന്ന് വസ്തു അളക്കണ ദിവസമാണ്, അല്ലെങ്കിൽ ജപ്തിക്ക് അവർ പറഞ്ഞിരിക്കുന്ന ദിവസമാണ്, പേടിച്ചിരിക്കുകയായിരിക്കാം. അപ്പോൾ ഇങ്ങനെ പരീക്ഷ ദിവസമാകും, അല്ലെങ്കിൽ റിസൾട്ട് വരണ ദിവസമാകും. അപ്പോൾ അതാത് ദിവസം പ്രയാസം അനുഭവിക്കുന്നവരുടെ ഭാരങ്ങളെ വെളുപ്പിനെ തന്നെ മാതാവിൻ്റെ തിരുസന്നിധിയിൽ ഏൽപ്പിക്കുന്നത് പ്രാർത്ഥനയാണ് അനുദിന എന്ന് പറഞ്ഞ് അനുദിന അനുഗ്രഹ പ്രാർത്ഥന. 5:30 മണിക്ക് എഴുന്നേക്കണം. 5:30 മണിക്ക് തന്നെ നമുക്ക് പ്രത്യക്ഷ പ്രാർത്ഥനയുണ്ട്. അപ്പോൾ ഈ അച്ഛൻ്റെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് അതിനകത്തൊരു ഷോർട്ട് പ്രത്യക്ഷ പ്രാർത്ഥന ഉണ്ടാവും. എൻ്റെ പ്രാർത്ഥനയുടെ കൂടെ ഒരു ഷോർട്ട് പ്രത്യക്ഷ പ്രാർത്ഥന ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സമയമുണ്ടെങ്കിൽ ഇപ്പം നിലവിലുള്ള പ്രാർത്ഥനയൊക്കെ ചെല്ലാവുന്നതാണ്. ഈ ഷോർട്ട് പ്രത്യക്ഷ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അമ്മ അന്ന് 2014 അമ്മ ആദ്യം തന്നെ പ്രത്യക്ഷ പ്രാർത്ഥനയാണ് ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു പാരഗ്രാഫ് മാത്രമേ ഉണ്ടായിരുന്നുള്ളത്. ആ ഒറ്റ പ്രാർത്ഥന ചൊല്ലിയാണ് ഇന്ന് ലോകം കാണുന്ന രീതിയിൽ കൃപാസനത്തിലൂടെ 10,000 മനുഷ്യർ ദൈവത്തിനെ അറിഞ്ഞത്. അപ്പോൾ ആ പ്രാർത്ഥന വീണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഇപ്പം നിങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥന റദ്ദ് ചെയ്യുന്നില്ല. അതും ഇതുപോലെ അഭിഷേകപ്രകാരം കിട്ടിയ പ്രാർത്ഥനയാണ്, അല്ല ബുദ്ധി കൊണ്ട് ആലോചിച്ചെഴുതിയ പ്രാർത്ഥനയൊന്നുമല്ല. അപ്പം അതുകൊണ്ട് ഒരു പ്രാർത്ഥന റദ്ദ് ചെയ്യുന്നില്ല. നിങ്ങളുടെ സമയം അനുസരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഉപയോഗിക്കുക. അച്ഛൻ്റെ 5:30 പ്രാർത്ഥനയ്ക്ക് 10 മിനിറ്റ് എൻ്റെ ടൈം, അതിനുള്ളിൽ അതിന് ഒരു പ്രത്യക്ഷ പ്രാർത്ഥന ഉണ്ടാകും. അന്നത്തെ നിങ്ങളുടെ നിയോഗം അന്നു വേണ്ട ആഹാരം പോലെ സമർപ്പിക്കാനുള്ള മൗനപ്രാർത്ഥന സമയമുണ്ടാകും. അതുപോലെ തന്നെ അതിനുശേഷം കളക്റ്റീവ് പ്രെയർ ഉണ്ടാകും. ലോകത്തിലുള്ള എല്ലാ വിഷയങ്ങളും, ലോകത്തിൽ ഉടമ്പടി എടുത്തിരിക്കുന്ന എല്ലാവരുടെയും വിഷയങ്ങൾ, എടുക്കാൻ പോകുന്നവരുടെ വിഷയങ്ങളെല്ലാം അന്നത്തെ വിഷയങ്ങളെ ദൈവതിരുസന് സമർപ്പിക്കുന്ന സമർപ്പണ പ്രാർത്ഥന ഉണ്ടാകും. ദൈവിക ശാസന പ്രാർത്ഥന ഉണ്ടാകും. അതിനുശേഷം അന്നത്തെ മെസ്സേജ് പറയും. അന്നത്തെ മെസ്സേജ് വെച്ച് ഒരു വചനമായിരിക്കും പറയണത്. അതും അതിൻ്റെ ലൈഫ് ആപ്ലിക്കേഷൻസും പറയും. അപ്പോൾ നിങ്ങൾക്ക് വചനം പഠിക്കുകയും ചെയ്യാം, വചനത്തെ ജീവിതത്തോട് ചേർത്ത് വെച്ച് വചനം മനസ്സിലാക്കാം, ദൈവത്തിൻ്റെ കൃപയിൽ വളരാൻ പറ്റും. അപ്പോൾ ഇന്ന് മുതൽ എല്ലാവരും 5:30 മണിക്ക് അലേർട്ടായിരിക്കണം. 5:30 മണിക്ക് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ 20-ാം വർഷം. ഇത് കഴിഞ്ഞാൽ ഉടനെ 25-ാം വർഷത്തേക്ക് നമ്മൾ പുതിയ പദ്ധതി തുടങ്ങും. 5 വർഷത്തേക്കുള്ള പ്രത്യക്ഷീകരണ നടപടികളുണ്ടാകും. ഇത് ദൈവത്തിൻ്റെ കാര്യമായത് കാരണം ദൈവം ശരിക്കും നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു ബന്ധവും ദൈവമായിട്ടില്ലാത്തവർ പോലും ഉടമ്പടിയിലൂടെ വലിയ വർഷങ്ങളോളം ദൈവമായിട്ട് ബന്ധമുള്ള ആൾക്കാരുടെ അത്രയും അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നത്. ദൈവം ഇതിനോട് സഹകരിക്കുന്നതാണ്. കർത്താവ് ഇതിനോട് സഹകരിക്കുകയും പണ്ട് മുതലെയുള്ള ഒരു ദൈവത്തിൻ്റെ അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ പാരമ്പര്യ നടപടിയാണ്. കർത്താവ് അവരോട് സഹകരിക്കുകയും ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ് അടയാളം കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു. ശ്രുതികട്ടെ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മർക്കോസ് 16:20. കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. അതായത് ദൈവം എൻ്റെ ഒരു ഡേ ടു ഡേ ആയിട്ടുള്ള ഒരു കൺകറൻസാണ്. ചെയ്തിരുന്നു എന്നാണ്. അത് ചെയ്യുക പതിവായിരുന്നു. ഇപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് നടക്കണതല്ല. വചനം എപ്പോഴും വിശ്വസിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ഈ 16-20 സംഭവിക്കും. എന്താണ്? കർത്താവ് അവരോട് സഹകരിക്കുകയും കർത്താവ് അവരോട് സഹകരിക്കുകയും
അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു. അപ്പം വചനത്തിന് ആവശ്യമായത് എന്താണ്? ഇപ്പോൾ ഒരു കുരുമുളക് ചെടിയെ അതിനെന്താണ് ആവശ്യമായത്? ചെറിയ ആൾക്കാർ പറയത്തില്ലേ, മരമറിയാതെ കൊടിയിട്ടെന്ന് പറയും അല്ലേ? ആ മുള്ളു മുഴിക്കുക വല്ലതൊക്കെയാണ് ഈ കുരുമുളക് കൊടി കയറ്റണത്. അതുപോലെ തന്നെ അത് വേറെ മരത്തെ കയറ്റിയാൽ ചിലപ്പോൾ അത്രയും കായ്ക്കത്തില്ല. അതുകൊണ്ടാണ് മരമറിയാതെ കൊടിയിടും. അപ്പോൾ കൊടി ഇടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഒരു മരം വേണം. വചനത്തിന് എന്താ വേണ്ടത്? വചനത്തിന് വേണ്ടത് എന്താണ്? സ്ഥിരീകരണമാണ് വേണ്ടത്. അല്ലെങ്കിൽ വചനം സാധാരണ മനുഷ്യൻ്റെ വചനവും ദൈവവചനവും തമ്മിലുള്ള ഒരു കാതലായ വ്യത്യാസം എന്താണ്? ദൈവവചനത്തിന് അടയാളങ്ങളുടെ സ്ഥിരീകരണം അവകാശമാണ്, അതിൻ്റെ കൂടെ ഉള്ളതാണ്. നമ്മൾക്ക് ആരാണ്? ഓരോ ദൈവവചനത്തിനും അടയാളങ്ങളുടെ സ്ഥിരീകരണം ഉണ്ടാവും. അത് പ്രോമിസിങ്ങിലുള്ള ഭാഗമാണ്. നമ്മൾ ഉടമ്പടി ടാപ്പ് ചെയ്യുന്നത് ദൈവവചനത്തിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ദൈവം അതിന് കൽപ്പിച്ച് നൽകിയിട്ടുള്ള അടയാളങ്ങളുടെ സ്ഥിരീകരണം ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രായോഗിക സംവിധാനങ്ങളാണ് ഉടമ്പടിയിലൂടെ നമ്മൾ റിയലൈസ് ചെയ്യണ കാര്യങ്ങൾ. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, അടയാളങ്ങളിലൂടെ അങ്ങ് അരുളി ചെയ്ത ഓരോ വചനങ്ങളും നിറവേറ്റാൻ ആവശ്യമായ ഉടമ്പടിയുടെ ഉത്ഗ്രഥനത്താൽ ഞങ്ങളെ ഉത്സാഹഭരിതരാക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവ് നമ്മോടുകൂടെ സഹകരിക്കണം. അതാണ് എൻ്റെ നടപടിക്രമം. വചനത്തിന് അടയാളം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ സഹകരിച്ചാൽ മാത്രം പോരാ. നമ്മൾ സഹകരിക്കുന്നത് കൊണ്ടാണല്ലോ ഇത്രയും കാശ് മുടക്കി ഇവിടെ വന്നിരിക്കണേ അല്ലേ? അപ്പം കർത്താവ് നമ്മളോട് സഹകരിക്കണം. ഇതിനാണ് നമ്മൾ എന്ത് ചെയ്യണത്? അവൻ പറയണത് പോലെ ചെയ്യണത്. മനസ്സിലായില്ലേ? അപ്പം അതിൻ്റെ ഒരു ഫോർമുല അങ്ങനെ കിടക്കണത്. അതായത് 16:20 ആദിമസഭയുടെ ചൈതന്യം എന്താ? കർത്താവ് പറഞ്ഞ് അവരോട് കൂടെ സഹകരിക്കുകയും അടയാളം കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇപ്പം വചനം സ്ഥിരീകരിക്കുന്നതിന് എന്താണ് വേണ്ടത്? അടയാളം വേണം അല്ലേ? ഇപ്പം അടയാളം ആണ് വചനം സ്ഥിരീകരണത്തിൽ ഉപയോഗിക്കണമെങ്കിൽ വരണമെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? അതിനെന്താ വേണ്ടത്? കർത്താവ് നമ്മോട് കൂടെ സഹകരിക്കണം. ഈ കർത്താവ് സഹകരിക്കാൻ വേണ്ടി നമ്മളെന്താ ചെയ്യണത്? അവൻ പറയണത് പോലെ ചെയ്യും. മനസ്സിലായില്ലേ? അപ്പം ചെയ്യുന്നതാണ് വിഷയം, ചെല്ലുന്നതല്ല വിഷയം. അവൻ പറയണ പോലെ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അവൻ പറയണ പോലെ എന്ത് വേണമെങ്കിലും നമുക്ക് സാങ്കേതികമായിട്ട് ചെയ്യാൻ പറ്റും. രോഗികളെ കാണാം, നമ്മുടെ ദാനങ്ങൾ നമുക്ക് സാമ്പത്തികമായി ഉള്ളവർ അത് ദാനം ചെയ്യാം. അതൊക്കെ നമുക്ക് സാങ്കേതികമായിട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ദൈവത്തിൻ്റെ പേരിലല്ലെങ്കിലും നമ്മൾ ഒത്തിരി ഇതൊക്കെ ചെയ്യണതാണ്. നമ്മുടെ പേരിലൊക്കെ ചെയ്യും അല്ലേ? വേറെ നമ്മൾക്ക് ചില സഹായങ്ങൾ ചെയ്യുന്നവർക്ക് വേണ്ടി നമ്മൾ ചെയ്യും. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യണതാണ്. പക്ഷെ അങ്ങനെയുള്ളൊരു സ്പിരിറ്റിൽ ഇത് വർക്ക് ചെയ്തില്ല. അതാണ് ഒരു കുഴപ്പം. ഇപ്പോൾ വെള്ളം തിളക്കണമെങ്കിൽ എത്ര ഡിഗ്രി വേണം? 100 ഡിഗ്രി അല്ലേ? അപ്പോൾ വെള്ളി തിളക്കണമെങ്കിൽ ഒരു 300 മറ്റേ വേണം. മണ്ണ് തിളക്കണമെങ്കിൽ ഗ്ലാസ് ആകണമെങ്കിൽ 800 വേണം ഇല്ലേ? ഡിഗ്രി സെൻറ്റിഗ്രേഡ്. അതാണ് വ്യത്യാസം. വചനം തിളക്കണമെങ്കിൽ അതിൻ്റെ ഒരു കുതനാങ്കമുണ്ട്. അതെന്താണ്? അത് നിങ്ങളുടെ മാനുഷികമായ സ്നേഹത്തെ തിളക്കത്തില്ല. പിന്നെന്ത് ചെയ്യണം? കർത്താവിനോടുള്ള സ്നേഹത്തിലായിരിക്കും തിളക്കത്തുള്ള സാധനം. ചെയ്യണമൊക്കെ അവൻ പറയുമ്പോഴൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സാങ്കേതികമായി ചെയ്യണതിനൊരു കുഴപ്പമില്ല. അതുകൊണ്ടാണ് പല ആൾക്കാർക്കും ഉടമ്പടി തിളക്കാത്തതിൻ്റെ കാരണം എന്താണ്? അവരൊക്കെ ചെയ്യുന്നില്ലെന്ന് ഞാൻ പറയത്തില്ല, അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ ദേ ആർ ഡൂയിങ് ഇറ്റ് വിത്ത് ഹ്യൂമൻ സ്പിരിറ്റിലാണ് ചെയ്യണത്, ഹ്യൂമൻ ലവ്.
അല്ലെങ്കിൽ അവർ പറയും, ഓ ഇതിങ്ങനെ ചെയ്താൽ ഈ പത്തെണ്ണം കൊടുത്താൽ ചിലപ്പോൾ എനിക്ക് ഈ പ്രാവശ്യം പരീക്ഷയ്ക്ക് ജയിക്കാൻ പറ്റിയേക്കും. അല്ല, അപ്പോൾ അവർക്ക് ആരോടാ സ്നേഹം? ദൈവത്തോടല്ലല്ല, പരീക്ഷയ്ക്ക് ജയിക്കുന്ന പ്രശ്നമാണ്. അപ്പോൾ നിങ്ങൾ വസ്തു വിഷയം കേന്ദ്രീകരിച്ചുകൊണ്ട് അവൻ പറയുമ്പോൾ ചെയ്താൽ ആ ടെമ്പറേച്ചറിൽ ഇത് തിളക്കത്തില്ല. ഇത് ഡിവൈഡ് ഓഫ് എനി ഫാക്റ്റ്. ഇനി നമ്മൾക്ക് ഇത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. കർത്താവേ നിൻ്റെ സ്നേഹത്തെ ഇത് തിളക്കുന്നതിൻ്റെ ചൂടെന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് കർത്താവേ എൻ്റെ വസ്തു വിറ്റില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ നിൻ്റെ നാമം പൂജിതമാകണം. കേട്ടാ, കാര്യങ്ങൾ പോകണ്ടേ? ഇതിൻ്റെ വ്യത്യാസം ഇതാണ്. എൻ്റെ വസ്തു വിറ്റില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ ജപ്തിയായിട്ട് പുറത്തിറങ്ങാനാണ് നിൻ്റെ തിരുമനസ്സെങ്കിൽ ഞാൻ ഇറങ്ങും. പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങളെ തന്ന നീയാണെങ്കിൽ എന്നെയും കുഞ്ഞുങ്ങളെ പാർപ്പിക്കാൻ അറിയാം, ഞാനത് വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ പെട്ടികളെ കേസ് വെച്ച് ഞാൻ നിന്നെ അളക്കത്തില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഇപ്പോൾ അളക്കണത് ഒരു പ്രശ്നമാണ്. ഈ അളവുകാർ ഒത്തിരി പേരുണ്ട്. ഈ തഹസിൽദാരന്മാരും വില്ലേജ് ഓഫീസർമാരും റവന്യൂ ഓഫീസറും മാത്രമല്ല, മൊത്തം ആൾക്കാരും അളവുകാരാണ്. എന്താ കാര്യം? അതുകൊണ്ട് കർത്താവ് പറയും, നിങ്ങൾ അളക്കുമെന്നില്ല, നിങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹം വെച്ച് നിങ്ങൾ അളക്കും. ചിലർ ഉടമ്പ് എടുക്കാൻ വരുമ്പോഴും ചില ആൾക്കാർ എന്തെങ്കിലും ഒരു അടയാളം കാണിക്കട്ടെ, എന്നിട്ട് ഞാനിങ്ങനെ ഉടുത്ത് കെട്ടി ഈ പ്രേക്ഷിത പ്രവർത്തനത്തിൽ ഇറങ്ങാമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെ ഒത്തിരി പേരുണ്ട്. ദൈവം ആദ്യം ഒരു അടയാളം കാണിച്ചിട്ട് നമ്മൾ അതനുസരിച്ചിട്ട്, അടയാളമാണല്ല സ്ഥിരീകരണം ഞാൻ പറയണത്. അപ്പോൾ ആൾക്കാരുടെ മൈൻഡ് സെറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം ഒരു അടയാളം കാണിക്കട്ടെ, ആദ്യം എൻ്റെ കൊച്ചിൻ്റെ പനി മാറട്ടെ, അല്ലെങ്കിൽ ആദ്യം നിങ്ങളുടെ ലോണൊന്ന് പാസ്സാകട്ടെ, ആദ്യം എൻ്റെ രോഗമൊന്ന് ശമനം വരട്ടെ, എന്നിട്ട് ഞാൻ ഉടമ്പടിയിൽ പൂർണ്ണമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് പറയണില്ലേ? നിങ്ങൾ ഒരു കാലത്തും ഉടമ്പടി പുരോഗമിക്കത്തില്ല. എന്താ കാര്യം? നിങ്ങളെ ദൈവം അളന്നു കഴിഞ്ഞു. കാര്യം എന്താണ്? ഇങ്ങനെയുള്ള അളവുകാരുണ്ടാകുമെന്ന് കർത്താവിന് നേരത്തെ അറിയാം. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. നിങ്ങൾ അളക്കുന്ന അളവ് കോൽ കൊണ്ട് തന്നെ ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ലൂക്കാ 6:38 നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ, പറഞ്ഞേ, നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും, നിങ്ങൾക്കും അളന്നു കിട്ടും. കർത്താവേ, നീ അടയാളം കാണിച്ചാലും ഇല്ലെങ്കിലും ഐ ഡോണ്ട് മൈൻഡ്. നീ കാണിക്കുന്ന അടയാളത്തിൽ എനിക്ക് കിട്ടുന്ന ആശ്വാസത്തേക്കാൾ ഉപരി എൻ്റെ ലക്ഷ്യം നീയാണ്. പറഞ്ഞേ, എൻ്റെ കർത്താവേ, നീ അടയാളം കാണിച്ചാലും ഇല്ലെങ്കിലും എൻ്റെ ലക്ഷ്യം നിന്നെ മഹത്വപ്പെടുത്തുകയാണ്. ഏത് കാലാവസ്ഥയിലും ഞാൻ നിന്നെ മഹത്വപ്പെടുത്തും. അതിനുള്ള കഴിവും അരൂപിയും കർത്താവേ എനിക്ക് നൽകണമേ, കർത്താവേ എനിക്ക് നൽകണമേ. ഹല്ലേലൂയ. ദിവസങ്ങളിൽ ഞാൻ കേട്ട സാക്ഷ്യങ്ങളിൽ വെച്ച് ഏറ്റവും നല്ലതല്ല, എല്ലാ സാക്ഷ്യങ്ങളും നല്ലതാണ്. പക്ഷെ കണ്ടൻറ്റ് വൈസ് റിച്ചായിട്ടുള്ളത് സ്നേഹ ഷൈജൻ മുളന്തുരുത്തിലുള്ള അവിടെ സാക്ഷ്യത്തിൻ്റെ ഒരു പ്രത്യേകത, അവിടെ ലൈഫ് മൊത്തം ഇങ്ങനെ സാധാരണ നമ്മൾ കേൾക്കാത്ത തരത്തിലുള്ള ദുരന്തപൂരിതമാണ് അവിടെ ലൈഫ് മൊത്തം. അവർ കുറഞ്ഞ കാലം കൊണ്ട്, ഇപ്പം നമുക്കും ദുരന്തങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലൊക്കെ സംഭവിക്കും, പക്ഷെ ഒന്ന് കഴിഞ്ഞ് ഒരു 20 കൊല്ലം കഴിഞ്ഞായിരിക്കും അടുത്ത ദുരന്തം സംഭവിക്കുന്നത്. പിന്നെ 10-30 കൊല്ലം കഴിഞ്ഞാൽ അടുത്തത്. താമസമുള്ളത് കാരണം നമുക്ക് അതിനൊക്കെ അതിജീവിക്കാൻ പാച്ചപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ സ്നേഹഷൈജൻ്റെ ലൈഫിൽ ഒരു ചെറിയ ഷോർട്ട് സ്പാനിൽ തന്നെ കുറേ കാറ്റഗോറിക്കലായിട്ടുള്ള കുറേ ദുരന്തങ്ങൾ സംഭവിക്കും. അത് വലിയ വലിയ പ്രമാദമായ ചില പ്രയാസങ്ങൾ സംഭവിക്കും. അതിലൊന്ന്, ഇവളുടെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിക്കും, വല്ലാത്ത ഭ്രാന്താണ്. പിന്നെ അവളുടെ ഭർത്താവ് ജയിലിലാകും. രണ്ട് കേസാണ്. നോക്കിയേ, ഒരു സ്ത്രീ ഒറ്റയ്ക്ക് നിന്ന് പോരാടണം കണ്ടില്ലേ? അമ്മയ്ക്ക് ഭ്രാന്ത്, ഭർത്താവിന് ജയിലിൽ, എന്തോ കേസിൽ ജയിലിൽ. രണ്ട് കേസാണ് കേട്ടോ. മൂന്നാമത്തത്, ഇവൾക്ക് ബ്ലീഡിങ്, നിർത്താത്ത ബ്ലീഡിങ്.
നാലാമത്തത് ഇവരുടെ ജീവിത ചുറ്റുപാട് ഭക്ഷണം കഴിച്ച് പോണത് 2 ടാക്സിക്കാറുണ്ട്. അതുകൊണ്ടാണ് അത് ഡ്രൈവർമാർക്ക് ഓടിച്ചിട്ട് അതിൻ്റെ വാടക കൊണ്ടാണ് ജീവിച്ചു പോണത്. അതിലൊരു ഡ്രൈവർ രാത്രി വണ്ടി ഇടിച്ച് അപ്പം തന്നെ സ്പോട്ടിൽ മരിക്കും. ഇപ്പം ഓക്കെ, ഇതെല്ലാം നോക്കേണ്ട ആൾ ഭർത്താവ് ജയിലിലാണ്. 2 മക്കളുണ്ട്. ഈ മക്കളെ ഈ ഭ്രാന്ത് പിടിച്ച അമ്മായിയമ്മ കടിക്കും, തല്ലും, കുഞ്ഞുങ്ങളെ കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കൊന്നും കളയും. അപ്പോൾ അത്രയും നല്ല മാനസിക രോഗമാണ്. ഒന്ന് ചിന്തിച്ചേക്ക്, എന്തുമാത്രം പ്രശ്നങ്ങളാണ് ഈ ഒരു സ്നേഹ ഷൈജിന് അനുഭവിക്കണത്. സ്നേഹ ഷൈജിൻ്റെ സാക്ഷ്യം നിങ്ങൾ 2 പോയി കേൾക്കണം. എന്താ കേൾക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്ന കാര്യം, ഞാൻ എല്ലാ വാതിലുകളും മുട്ടി. എനിക്ക് കൃപാശ്രമം എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഒരു കോമഡിയാണ് തോന്നിയിരുന്നത് പണ്ട്. എന്താ കാര്യം, ഒത്തിരി ട്രോളൊക്കെ വന്ന കാരണം പിന്നെ പ്രാർത്ഥിച്ച ഇതിനൊക്കെ ഉത്തരം ഉണ്ടാകുമോ, പിന്നെ ഉപ്പ് കഴിച്ചെങ്കിൽ രോഗം മാറുമോ, പിന്നെ ഉടമ്പടി തൈലം തേച്ചെന്ന് പറഞ്ഞുകൊണ്ട് ക്യാൻസർ മാറുമോ, ഇത് പിന്നെ പത്രം കൊടുത്തു എന്നും പറഞ്ഞ് ദൈവം ഇടപെടുമോ, ഇതൊക്കെ ഒരു കോമഡി ആയിട്ടാണ് എൻ്റെ ജീവിതത്തിൽ തോന്നിയത്. അത് കാരണം ഞാൻ 4 കൊല്ലം മുമ്പ് എനിക്കൊരു പത്രം കിട്ടിയായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചില്ല, ചുമ്മാ വീട്ടിൽ കൊണ്ട് വെച്ചെന്നാണ് പറയണത്. ഒരു കൃപാസനം പത്രം നിങ്ങളുടെ വീട്ടിൽ ഇരിപ്പുണ്ടെങ്കിൽ അത് ഒരു 1.5 ഇരിപ്പായിരിക്കും. അത് എപ്പോഴെങ്കിലും ഈ സംഭവം നിന്നെ സംരക്ഷിച്ചിരിക്കും. എന്താ കാര്യം വെച്ചാൽ, ദൈവം നിൻ്റെ വീട്ടിലോട്ട് വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ദൂതനാണ്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനയക്കും. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 23:20 വാഗ്ദാനമാണ്. നോക്കിയേ, പുറപ്പാട് 23:20. ഇതാ ഒരു ദൂതനെ നിനക്ക് മുൻപേ ഞാൻ അയക്കുന്നു. അവൻ നിന്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും. ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുവരികയും ചെയ്യും. ക്ലിയർ അല്ലേ? ഇതാണ് കൃപാസന പത്രം എന്ന് പറയണത്. എന്താണ്? ഒന്നിനു വായിച്ച്. പുറപ്പാട് 23:20. ഇതാ ഒരു ദൂതനെ നിനക്ക് മുൻപേ ഞാൻ അയക്കുന്നു. അവൻ നിന്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും. ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുവരികയും ചെയ്യും. ഇത് വേറൊരു കോണ്ടസ്റ്റിലാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. പക്ഷേ ഈ വർത്തമാന കാലത്ത് പലരുടെയും അനുഭവമാണിത്. എന്താ കാര്യം എന്നറിയാമോ? ഈ 4 കൊല്ലം മുമ്പ് സ്നേഹ ഷൈജൻ്റെ വീട്ടിൽ കൃപാസനം പത്രം കിട്ടിയതാണ്. അവൾക്കതിൽ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇത് പത്രം ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നോർത്തുകൊണ്ട് അവളിത് കൊണ്ടുപോയി എവിടെയോ ചേടി വെച്ച്. പക്ഷെ പത്രം അവിടെ ഇരിപ്പുണ്ട്. കർത്താവിൻ്റെ ദൂതൻ അവിടെ ഇരിപ്പുണ്ട്. എന്തു ചെയ്ത് 4 കൊല്ലം അടിക്കടി ഇതുപോലെ ദുരന്തങ്ങൾ, ഭർത്താവ് ജയിലിലാകുന്നു. അതായത് നമുക്കെപ്പോഴും ശ്രദ്ധിക്കണമെന്ന് അറിയാം മക്കളെ, നമ്മൾക്ക് എന്തെങ്കിലും ഒരു ഈടറ് വരാൻ പോകുന്നതിന് മുമ്പ് തന്നെ ദൈവം രക്ഷപ്പെടാനുള്ള വഴികൾ, അതിൻ്റെ ഒരു ഷാഡോ നിന്നെ കാണിച്ചിരിക്കും. നിനക്കുള്ളൊരു കുഴപ്പം ഈ ദൈവത്തിൻ്റെ ഈ നോട്ടുകൾ ശ്രദ്ധിക്കാൻ പറ്റാത്ത തിരക്കായി പോണതാണ്. പ്രാർത്ഥനാ ജീവിതം ഇല്ലെങ്കിൽ ഉണ്ടാകുന്നൊരു കുഴപ്പം അതാ. പ്രാർത്ഥനാ ജീവിതം ഇല്ലെങ്കിൽ, പ്രാർത്ഥനയുടെ ലക്ഷ്യം ദൈവമല്ലേ. പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുമ്പോൾ ദൈവത്തെ ലക്ഷ്യമാക്കിയുള്ള ഒരു ജീവിതമല്ല. ചിലപ്പോൾ പാർട്ടി അല്ലെങ്കിൽ സ്ഥാനം അല്ലെങ്കിൽ അധികാരം അല്ലെങ്കിൽ സ്വന്തം തന്നെ മേൽക്കോയ്മ ഇങ്ങനെയൊക്കെ ലക്ഷ്യമാക്കിയുള്ള ഈ അന്ധവേഗങ്ങളിലെ ദൈവത്തിൻ്റെ ഈ നിന്നെ കാണിക്കുന്ന നിന്നെ സൂചനകളെ കാണാൻ പറ്റാതെ വരും. ദൈവം നമ്മളെ സഹായിക്കാനുള്ള എല്ലാ സംവിധാനവും ഉണ്ട്, ദൈവം അത് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വിവേചിക്കാൻ കഴിയണില്ല. കാര്യം ജനങ്ങൾക്കെല്ലാം വേണ്ടത് ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും അരൂപിയാണ്. ആദിമസഭയിൽ ഉണ്ടായിരുന്നതാണ്. പിന്നീട് സഭയുടെ പ്രത്യേകമായ
ഒരു ബ്യൂറോക്രാറ്റിക് ആയിട്ടുള്ള ഒരു അക്കാഡമിക് ലെവലിൽ വന്നപ്പോൾ ദൈവജനത്തിൻ്റെ അടയാളങ്ങൾ, അവർക്കുള്ള കഴിവുകൾ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ എനിക്കൊക്കെ അതാ മനസ്സിലാകണത്. ദൈവം ഇപ്പോൾ അതിന് ഉദാഹരണത്തിന് നിങ്ങൾ പുറപ്പാട് എഫേസ്യസ് 1:17 വായിച്ചേ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. എഫേസോസ് 1:17. അപ്പോൾ എഫേസ്യസിലെ സഭയ്ക്ക് കോമൺ പീപ്പിളാണ്. എഫേസ്യസിലെ കോമൺ പീപ്പിളിന് പൗലോസ് അപ്പോസ്തലൻ മെത്രാൻ എഴുതണതാണ്. എന്താ എഴുതണത്? നമ്മുടെ കർത്താവായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിന്റെ പിതാവുമായവൻ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. ആദിമസഭയുടെ ഒരു സ്പിരിറ്റ് കണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ പീപ്പിളിനോട് പറയുകയാണ് നിങ്ങൾക്ക് എന്ത് വേണം? ദൈവം. ഒന്നിനു വായിച്ചേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിന്റെ പിതാവുമായവൻ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. അപ്പം നമ്മളൊരു അനുഭവത്തിൻ്റെ ഒരു യാത്രയിലാണ്. നമുക്കെന്താ വേണ്ടത്? ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ ജ്ഞാനത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും നയിക്കപ്പെടണം. അതിനെന്ത് ചെയ്യണം? അതിന് ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും, ജ്ഞാനമെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വിഷയം സംഭവിക്കുന്നതാണ് അറിവ്. എന്ത് സംഭവിക്കുന്നു അല്ലേ, അതാണ് അറിവ്. ജ്ഞാനമെന്ന് പറഞ്ഞാൽ എന്താണ്? എന്തിനു വേണ്ടി സംഭവിക്കുന്നു, അതാണ് ജ്ഞാനം. ഓരോ വിഷയത്തിനും ജ്ഞാനവും ഉണ്ട്. ആ രണ്ട് ഘടകങ്ങളുണ്ട്. നമുക്ക് വേണ്ടത് ജ്ഞാനമാണ് ശരിക്കും. അതായത് ഒരു ആധ്യാത്മിക നേതൃത്വം കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തന്നെ ആധ്യാത്മിക ഒരു നേതൃത്വത്തിലേക്ക് അനുഭവം കൊണ്ട് വളർന്നു വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെ കൂടി നയിക്കാൻ പറ്റുന്ന കഴിവിലേക്ക് വരും. എനിക്കങ്ങനെയാണ് യൂറോപ്പിലൊക്കെ ചെന്നപ്പോൾ തോന്നിയത്. അങ്ങനെയാണ്. ഇനിയുള്ള കാലങ്ങളിൽ ലേമൻ എംപവർ ചെയ്തിട്ട് അവർ തന്നെ അവരിലുള്ള ബലഹീനമുള്ളവരെ വചനം കൊണ്ട് നയിക്കാൻ പറ്റിയ ഒരു സഭയുണ്ടാകണം. ബെനഡിക്ട് മാർപ്പാപ്പ മരിക്കാൻ നേരത്തെ എന്താ പറഞ്ഞത്? സഭയെക്കുറിച്ച് ചോദിച്ച് ബെനഡിക്ട് മാർപ്പാപ്പ ചോദിച്ച് അങ്ങ് ഭാവി സഭയെക്കുറിച്ച് എന്താ പറയണത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞത് വി വിൽ ഹാവ് എ ഷോർട്ടൺ ചർച്ച്. നമുക്ക് ഒരു ചെറിയൊരു സഭയുണ്ടാകാൻ പോകണം. സഭാ ചുരുക്കം എന്ന് പറയും. മനസ്സിലായില്ലേ? സഭ ഇപ്പോൾ മഴച്ചുരുക്കം ഞാൻ പറഞ്ഞ പോലെ ഒരു പ്രതിഭാസമാണ് സഭാ ചുരുക്കം. എന്നിട്ട് ബെനഡിക്ട് മാർപ്പാപ്പ പറഞ്ഞ് രണ്ടാമതെല്ലാം തുടങ്ങുമെന്ന് പറഞ്ഞ്. രണ്ടാമത് തുടങ്ങുമ്പോൾ അപ്പോസ്തല വിശ്വാസത്തിലേക്ക് ഒരു വിശ്വാസത്തിൻ്റെ പുതിയ കാലം ഉണ്ടാകുമെന്ന്. സഭാ ചുരുക്കം സംഭവിച്ചതിന് ശേഷം നമുക്ക് പള്ളികളിലൊക്കെ, യൂറോപ്യൻ പള്ളികളിലൊക്കെ ചെല്ലുമ്പോൾ മനസ്സിലാകും ഈ സഭാ ചുരുക്കം സംഭവിച്ചുകൊണ്ടിരിക്കണ കാണാം. അപ്പോൾ അതിന് ശേഷം എന്താ സംഭവിക്കണത്? ആ സഭാ ചുരുക്കം സംഭവിച്ചതിന് ശേഷം പുതിയൊരു സഭയുണ്ടാകും. ആ സഭ വിശ്വാസത്തിൽ അപ്പോസ്തല പാരമ്പര്യത്തെ അതിശയിപ്പിക്കുന്ന വിശ്വാസമാണ്. കൈയടിക്കട്ടെ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. വരുമ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യൻ്റെ ഫാസ്റ്റിങ് എല്ലാം സ്പീഡാകും. നമ്മുടെ ഓരോ കാര്യങ്ങൾക്കും ദൈവത്തിൻ്റെ ഒരു സ്ഥാനം ഈ ഏറ്റെടുക്കുന്ന ഒരു സമയമുണ്ടാകും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ദൈവത്തിൻ്റെ സ്ഥാനം ഏറ്റെടുക്കും. സൃഷ്ടിക്കുക, പരിപാലിക്കുക, നയിക്കുക എന്നുള്ള ദൈവസ്ഥാനം ഏറ്റെടുക്കും. ദൈവസ്ഥാനം ഏറ്റെടുക്കുമ്പോൾ വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണം നിൽക്കരുതാത്തടത്ത് നിൽക്കും. അപ്പോൾ യൂദയയിലുള്ളവരെ കർത്താവ് എന്താ പറഞ്ഞത്? മലമുകളിലേക്ക് ഓടിപ്പോട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴും പ്രാർത്ഥന തന്നെയായിരിക്കും അതിൻ്റെ പ്രതിവിധി. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ജീവിതത്തിൽ അനുഭവവേദ്യമാകാനുള്ള ശരാശരി മനുഷ്യൻ്റെ കഴിവുകളെ ഉത്തേജിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഉടമ്പടി കാണിക്കുന്ന ഒരു അടയാളം. ഉടമ്പടി ഭാവിക്ക് വേണ്ടി നേരത്തെ ഉദിച്ച ഒരു ഉഷകാല നക്ഷത്രം പോലെയാണ് നമ്മുടെ മുമ്പിൽ ഈ ചക്രവാളത്തിൽ, ആധ്യാത്മിക ചക്രവാളത്തിൽ ഇപ്പോൾ തെളിഞ്ഞു വരണത്. കാര്യം ഞാനും മനസ്സിലാക്കുന്നത് ഈ
ഷൈജൻ്റെയൊക്കെ സാക്ഷ്യം കേൾക്കുമ്പോൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. സൈമൻ ഷൈജൻ ഒരു കാത്തലിക് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, എനിക്കറിയത്തില്ല. അവിടെ വർത്തമാനങ്ങൾ കേൾക്കുമ്പോൾ ഒരു ക്രിസ്ത്യനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ട്രഡീഷണൽ ക്രിസ്ത്യൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെന്നേ എനിക്ക് തോന്നുന്നുള്ളത്. പക്ഷേ അവർ നോൺ ക്രിസ്ത്യൻ ആണെന്ന് അവൾ പറയുന്നുമില്ല. പക്ഷേ എങ്കിലും നമ്മൾ വർത്തമാനങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഒരു ദൈവത്തെ പരിചയപ്പെടാൻ ഇടയായ ഒരു ശരാശരി മനുഷ്യനാണ്, ഒരു സ്ത്രീയാണ്. ഈ ദൈവത്തെ ഈ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ദൈവത്തെ കണ്ടുമുട്ടാൻ ഇടയായ ഒരു ശരാശരി മനുഷ്യൻ്റെ ഒരു പ്രതീകമാണ് ഈ ഷൈജൻ. അവരുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന വിഷയങ്ങൾ നിങ്ങൾക്ക് 1 by 1 ആയിട്ട് അറിയാം. അപ്പോൾ അവരിതിന് പറയണത്, അവർ ഈ കൃപാസനം പത്രം അവർക്കിങ്ങനെ അടിക്കടി ഭർത്താവ് ജയിലിലായി, അമ്മയമ്മക്ക് ഭ്രാന്തായി, തനിക്ക് ബ്ലീഡിങ് ആയി, തൻ്റെ വണ്ടി ജീവന മാർഗത്തിൽ തൻ്റെ വണ്ടി ഓടിച്ചിരുന്ന വണ്ടി ഇടിച്ച് ഡ്രൈവർ മരിച്ചു. രാത്രിയാണ് 1 മണിക്കാണ് വണ്ടി ഇടിച്ചത്. അത് നോക്കാനും തിരക്കാനും പോകാൻ പോലും താനൊരു ഒറ്റ പെണ്ണായിട്ട് തനിക്ക് പറ്റണില്ല. അപ്പോൾ ഞാനൊരു വീട്ടിലേക്ക് വിളിച്ചു. അപ്പോൾ അവനെ എന്നെ സഹായിക്കാൻ പോയി. അപ്പോൾ ഇങ്ങനെ വളരെ സങ്കീർണമായ ഓരോ ദിവസവും ഇങ്ങനെ വളരെ ഗുരുതരമായ കാഷ്വാലിറ്റി സംഭവിക്കുമ്പോൾ തന്നെ അവളുടെ മനസ്സിൽ തോന്നുകയാണ്, എടാ ഇനി കൃപാസനമല്ലേ ഉള്ളെന്ന്. അത് കാര്യം ഇത്രയും, അതാണ് ആ സംഭവം. എന്താണ് കൃപാസനത്തിൻ്റെ പ്രസക്തി നിങ്ങൾ മനസ്സിലാവും ഇത് ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ. ഇത്രയും ഒറ്റ പെണ്ണായി നിന്നുകൊണ്ട് അവൾക്ക്, നമുക്ക് സ്ത്രീകളെല്ലാം ഇങ്ങനെ ആഡംബരമായിട്ട് ഭംഗിയായിട്ടൊക്കെ ചിരിച്ചും കളിച്ചൊക്കെ നടക്കണം. എന്താണ് അവരുടെ വീട്ടിൽ നോക്കാനും തിരക്കാനും ഭർത്താവും മക്കളും ഒക്കെ നല്ല ടിപ്പന്മാർ കാര്യങ്ങൾ തിരക്കാൻ അന്വേഷിക്കാനുണ്ട്. ഇതൊന്നുമില്ലാത്തവരുടെ അവസ്ഥ എന്താണ്? ഭർത്താവ് ജയിലിലാണ്. പിന്നെ കുഞ്ഞുങ്ങളെ നോക്കാൻ ഒരു ജോലിക്ക് പോകാമെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പോകാനുള്ള അമ്മയ്ക്ക് ഭ്രാന്ത. അമ്മ ഭ്രാന്തല്ല, പിള്ളേരെ കടിക്കണുണ്ട്. അവൾ പറഞ്ഞ് എന്നോട് അവിടെ ഈ സാക്ഷ്യത്തെ സ്നേഹ പറഞ്ഞിരിക്കുന്നത്, ഞാൻ പോലും ചോറ് കൊടുത്തിട്ട് അമ്മേൻ്റെ കൈയിട്ട് കടിച്ചെന്നാണ്. കടിയെന്ന് വെച്ചാൽ വല്ലാത്ത കടിയാണേ, വെളിവില്ലല്ലോ തലക്ക്. അപ്പോൾ ഇത് എല്ലാം കൊണ്ട് കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കാൻ ആരുമില്ല, അമ്മനെ ഏൽപ്പിക്കാൻ ആരുമില്ല, ഭർത്താവ് ജയിലുമായി, ജീവിക്കാൻ മാർഗമില്ല, തനിക്ക് ബ്ലീഡിങ്ങുമായി. ഇങ്ങനെ ഒരു ഘട്ടത്തിലൂടെ പോകുന്ന ഒരാളിനെ ആണ് ഈ കൃപാസനം പത്രം. അപ്പോഴാണ് ഓർക്കുന്നത്, കൃപാസനം എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ, ആ പത്രം വീട്ടിൽ ഇരിപ്പുണ്ടല്ലോ. ഉടനെ ഇവളി പത്രം എടുത്ത് നോക്കുമ്പോൾ എന്താണ് എഴുതിയിരിക്കുന്നത്? ഞാൻ നിനക്ക് മുമ്പേ നിങ്ങളുടെ സങ്കടപ്പാടുകൾക്ക് മുമ്പേ, നിൻ്റെ ദുഃഖപ്പാടുകൾക്ക് മുമ്പേ ഞാൻ എൻ്റെ ദൂതനെ അയക്കും. ഒരു കരുതലാണ് അത്, ശരിക്കും പറഞ്ഞാൽ ഒരു കരുതലാണ്. എന്താണ്? തക്ക സമയത്താണ് അവിടെ നിനക്ക് അറിവ് നൽകും. ദൈവത്തിന് ഒരു സമയമുണ്ട് എല്ലാത്തിനും, അല്ലേ? ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ, അല്ലേ, വിനയത്തോടെ നിൽക്കുവിൻ. തക്ക സമയത്ത് ടേക്ക് ദ ബ്രെഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 1 പത്രോസ് 5:6. 1 പത്രോസ് 5:6. ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ, ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. ഇപ്പം സമയം നിങ്ങൾ നിശ്ചയിക്കരുതെന്നാണ് പറയണത്. മനസ്സിലായില്ലേ? വിഷയങ്ങളൊക്കെ വരും. അപ്പം ദൈവം ഒരു അടയാളം കാണിക്കട്ടെ, എന്നിട്ട് ഞാൻ ഉടുത്തുകെട്ടി ഇറങ്ങാമെന്ന് പറയരുത്. അതൊക്കെ ദൈവത്തെ പരീക്ഷിക്കുന്നതിന് തുല്യമാണ്. മറിച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്യണം. എങ്ങനെ വെയിറ്റ് ചെയ്യണം? പ്രാർത്ഥനയോടെയാണ് കാത്തിരിക്കാൻ. വെറുതെ വെയിറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ദൈവത്തിൻ്റെ തിരുസന്നിധി വെയിറ്റ് ചെയ്യണത് നമ്മൾ ബസ് സ്റ്റോപ്പിൽ വണ്ടി കാത്തിരിക്കണ പോലെ അല്ല. കർത്താവ് എന്താ പറയണത്? നിങ്ങളെ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കും. ടേക്ക് ദ ബ്രെഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1:4. അവൻ അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ കൽപ്പിച്ചു, നിങ്ങൾ ജെറുസലേം വിട്ടുപോകരുത്. എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. പ്രീസലാണ്. അതായത് കാത്തിരിപ്പിന് മുമ്പുള്ള എന്താണ്? ജെറുസലേം വിട്ടുപോകരുത്. അതാണ് സംഭവം. 93-92 സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട് ജെറുസലേം ദൈവത്തിൻ്റെ സന്നിധാനമാണെന്നാണ്. അതായത് നമ്മൾ ക്ലേശങ്ങൾ 1 by 1 ആയിട്ട് വരുമ്പോഴും നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നിങ്ങൾ ബസ് സ്റ്റോപ്പിൽ വണ്ടി കാത്തിരിക്കണ പോലെ നിന്നിട്ട് കാര്യമില്ല. പിന്നെ എന്താണ്? ജെറുസലേം വിട്ടുപോകരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിൻ്റെ സന്നിധാനം വിട്ടുപോകരുത്.
ദൈവസാന്നിധ്യത്തിൽ തന്നെ ആയിരിക്കണമെന്ന്. ചില ആൾക്കാർ സംശയിക്കും, ചില ആൾക്കാർ ഞാൻ പ്രാർത്ഥിച്ചിട്ടും ഭർത്താവ് ജയിലിലായില്ല, അമ്മ ഭ്രാന്തായല്ല, ഞങ്ങളുടെ വീട്ടിൽ വണ്ടി ഇടിച്ചല്ല. എൻ്റെ മക്കൾ, നമുക്ക് ചുറ്റും ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചില സമയത്തൊക്കെ നടക്കും. ഇതെല്ലാം ഓൾ ഓൺ എ സഡൻ റെക്ടിഫൈ ചെയ്യാനും ദൈവത്തിന് കഴിയും. അത് നിങ്ങളറിയണം. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക 5 കാര്യം സംഭവിച്ചാലും 50 കാര്യം സംഭവിച്ചാലും അര മിനിറ്റ് കൊണ്ട് ഇത് സെറ്റ് ചെയ്യാൻ ദൈവത്തിന് കഴിയും. മനസ്സിലായി? അതെപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകും. അതുകൊണ്ടാണ് ദൈവത്തിന് സമയം അനുഭവിച്ചുകൊണ്ട് നമ്മൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ജാഗ്രതയോടെ പ്രാർത്ഥനയോടെ നിൽക്കും. ഇതിൻ്റെ ഇടയ്ക്ക് സ്നേഹ ഷൈജിന് ഒരു വചനം കിട്ടും. ആ 119:73 ദുരന്തങ്ങൾ എനിക്ക് ഓഹരിയായി വന്നു. ദുരന്തങ്ങൾ കർത്താവിൻ്റെ കൽപ്പന എന്നെ പഠിപ്പിച്ചു വന്നു. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, ആരാധന, യേശുവേ നന്ദി, മഹത്വം, മഹത്വം, മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ആരാധന, ആരാധന, യേശുവേ ആരാധന, 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 യേശുവേ ആരാധന. 119 സങ്കീർത്തനം 71 തിരുവചനം. ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ. പ്രീസലാണ്. ചട്ടങ്ങളെന്ന് പറയുന്നത് എന്താണ്? ദൈവവചനമാണ്. മനസ്സിലായില്ലേ? ദുരന്തങ്ങൾ എനിക്ക് ഉപകാരമായി. ഏത് സങ്കീർത്തനത്തിൽ 119:71 എന്താണ്? ദുരിതങ്ങൾ പറഞ്ഞ് ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, അതുമൂലം അങ്ങയുടെ ചട്ടങ്ങൾ ഞാൻ അഭ്യസിച്ചല്ലോ. അതായത് ഈ ചട്ടങ്ങൾ അഭ്യസിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത, 2 തരം കാലാവസ്ഥയിൽ ഇത് സംഭവിക്കും. ഒന്ന്, നമ്മൾ വളരെ ജോലി കിട്ടുന്നു, നമുക്ക് കല്യാണം കഴിക്കുന്നു, നമുക്ക് കുഞ്ഞുങ്ങൾ ജനിക്കുന്നു, നമുക്ക് പ്രൊമോഷൻ കിട്ടുന്നു, നമുക്ക് വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള ഒത്തിരിയേറെ സ്ട്രോക്കുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. വി ആർ ഹാപ്പി മോർ ദാൻ എവരിബഡി. ഓക്കെ. എന്നിട്ട് നമ്മൾ ദൈവത്തിൻ്റെ വചനങ്ങളൊക്കെ അത് മൂലം പാലിച്ചൊക്കെ പോകുന്നു. ഇതിൻ്റെ മാർക്കെന്ന് പറയണത് ഒരു 10 മാർക്കായിരിക്കും ഉള്ളത് എപ്പോഴും. അതായത് പക്ഷേ ദുരിതങ്ങളിലാണ് നീ ദൈവത്തിൻ്റെ കൽപ്പന അഭ്യസിക്കുകയാണെങ്കിൽ അതിൻ്റെ മാർക്ക് ദൈവം തന്നെയായിരിക്കും. വ്യത്യാസം അതാണ്. അവൻ പറയണ പോലെ ചെയ്യണമല്ല ഉടമ്പടി. ആ ഉടമ്പടി റിസൾട്ടിനെ കുറിച്ചാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. നമ്മൾ ഒരു നല്ല കാലാവസ്ഥയിൽ കർത്താവിൻ്റെ വചനങ്ങൾ പാലിക്കുന്ന എളുപ്പമാണ്. നമുക്ക് ആരോഗ്യമുണ്ട്, നാട്ടുകാരുണ്ട്, വീട്ടുകാരുണ്ട്, പഠനമുണ്ട്, നമുക്ക് ജയിച്ചിട്ടുണ്ട്, നമുക്ക് വിസ കിട്ടി, നമുക്ക് PR കിട്ടി, നമ്മൾ ഓക്കെയായി, നമുക്ക് വസ്തു മേടിച്ചോ അല്ലെങ്കിൽ വിറ്റോ അല്ലെങ്കിൽ വീട് കിട്ടി, നമ്മൾ ഓക്കെ. ഈ കാലത്തെല്ലാം നമ്മൾ കർത്താവിൻ്റെ വചനം പാലിക്കുന്നുണ്ട്, അങ്ങനെ പോകുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് കിട്ടുന്നത് ബ്ലെസ്സിങ്സ് എന്ന് പറയും. ദാറ്റ് ഈസ് ഫിസിക്കൽ ഫേവേഴ്സ്. നമ്മൾ നല്ല കാലത്ത് നമുക്ക് ദൈവവചനം പാലിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? ബ്ലെസ്സിങ്സ് ആണ്. അത് ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത് എന്താണ്? ഫിസിക്കൽ ഫേവേഴ്സ്. ഈ ബ്ലെസ്സിങ്സിനൊരു കുഴപ്പമുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് യൂസ് ആൻഡ് ത്രോ ആണ്. അത് ഫിസിക്കൽ ഫേവേഴ്സ് അല്ലേ. ഇപ്പോൾ ഒരു വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഫിസിക്കൽ ഫേവറാണ്. വീടിൻ്റെ അകത്ത് നമുക്ക് അടച്ചുറപ്പുള്ള വീടുണ്ടെങ്കിൽ നമുക്ക് കിടന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റും അല്ലേ. അപ്പം അത് ആ ഉറങ്ങണത് നമ്മുടെ ശരീരത്തിനല്ലേ ഗുണം, ഫിസിക്കൽ ഫേവേഴ്സ് അല്ലേ. പക്ഷേ നാളെ ശരീരം തന്നെ ഇല്ലാണ്ട് വരുമല്ലോ. അതാ പ്രശ്നം. നിങ്ങൾക്ക് എത്ര ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് കിട്ടിയാലും അതെല്ലാം ഫിസിക്കൽ ഫേവേഴ്സാണ്. എന്ന് കഴിഞ്ഞാൽ ഭൗതികമായ ആനുകൂല്യങ്ങൾ. അതിന് നമ്മൾ അനുഗ്രഹങ്ങൾ എന്ന് പറയും ഇല്ലേ. അനുഗ്രഹങ്ങളുടെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സംഭവം? മോഹങ്ങളും അനുഗ്രഹങ്ങളും തമ്മിൽ നല്ല കൂട്ടാണ് പണ്ട് മുതലേ. അനുഗ്രഹങ്ങളൊക്കെ വരുന്ന മുമ്പ് നമുക്ക് എന്താ പറയണത്? മോഹമാണ് വരണത്. ഈ മോഹവും അനുഗ്രഹവും തമ്മിൽ ഭയങ്കര ബന്ധമാണ്.
അനുഗ്രഹം ഫിസിക്കൽ ഫേവേഴ്സ് വരുന്ന മുമ്പ് നമുക്കെന്ത് വരും? ഒരു മോഹം വരും. ആ മോഹത്തിൽ ചിലപ്പോൾ ദൈവം ഹോണർ ചെയ്യണ മോഹം ഉണ്ടാകും, അല്ലെങ്കിൽ ഹോണർ ചെയ്യാത്ത മോഹം ഉണ്ടാകും. ദുർമോഹം ഹോണർ ചെയ്യാത്തതാണ്. മോഹത്തിൽ തന്നെ രണ്ടെണ്ണമുണ്ട്. എന്തൊക്കെയാണ്? മോഹമുണ്ട്, ദുർമോഹമുണ്ട്. ദുർമോഹം എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം? ദുർമോഹം ഗർഭം ധരിച്ചാൽ എന്ത് പറ്റും? പാപത്തെ പ്രസവിക്കുക. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യാക്കോബ് 1:15. യാക്കോബ് 1:15. ദുർമോഹം ഗർഭം ധരിച്ച് പറഞ്ഞേ, ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപത്തെ പ്രസവിക്കുന്നു. പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു. മരണത്തെ ജനിപ്പിക്കുന്നു. അപ്പോൾ ഒരു ചില സമയത്ത് ദുർമോഹം കൊണ്ട് മരണമാണ് സംഭവിക്കുന്നത്. ഈ ഒരു മോഹം എങ്ങനെ ദുർമോഹമാകണത്? നിങ്ങളിപ്പോൾ ഉടമ്പടി വെച്ചിരിക്കുന്ന പല നിയോഗങ്ങളുമില്ലേ, ചിലത് ദുർമോഹങ്ങളാണ്. അതുകൊണ്ടാണ് അത് പൊരുന്ന് വരാം. ചിലപ്പോൾ നമ്മളൊരു കോഴി ഇപ്പോൾ 21 മുട്ട വെച്ച് ഇൻക്യുബേറ്ററിൽ വല്ല വെച്ച് അല്ലെങ്കിൽ കോഴിക്ക് പൊരുന്നാൻ വേണ്ടി വെച്ചെന്ന് വിചാരിച്ചോ. നിങ്ങൾ പറയും 12 വിരിഞ്ഞ് പിന്നെ 9 വിരിഞ്ഞില്ലെന്ന് പറയും. വിരിയാത്ത മുട്ടയ്ക്ക് എന്ത് സംഭവിക്കും? ചീഞ്ഞു പോകുകയാണ് ചെയ്യണത്, അല്ലേ? ഉടമ്പടി ചില നിയോഗങ്ങൾ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾക്കറിയാം, അത് വെച്ചപ്പോൾ തന്നെ ചീഞ്ഞു പോകുമെന്ന്. ദൈവത്തിനോടൊരു പണി കൊടുത്തതാ. മനസ്സിലായില്ലേ? ചെടുത്തിമാരൊക്കെ കുറഞ്ഞ പുള്ളികളൊന്നും അല്ലല്ലോ. അടാളം വരത്തിട്ട് ഇത് വായിക്കുമ്പോൾ തന്നെ എഴുതി വെക്കാണ്ട് ദൈവത്തിന് എല്ലാ സാധനവും എഴുതി വെക്കുകയല്ലേ. എൻ്റെ മകളെ, ഇതിനൊക്കെ ഒരു തക്കവും തായവും ഉണ്ട്. നിങ്ങൾക്ക് വായി തോന്നൊക്കെ എഴുതി കഴിഞ്ഞാൽ അപ്പം തന്നെ സ്കാൻഡ് ആവും. നിങ്ങൾ തന്നെ ബ്രാൻഡഡ് ആവും. എന്നിട്ടാണ് നിങ്ങൾ മഹാ ഫേക്കാണെന്ന് ദൈവത്തിന് അറിയാൻ പറ്റും. കാര്യം നിങ്ങൾ 5 ഇൻറ്റൻഷൻ കറക്റ്റ് എഴുതിയിട്ട് 6ാമത്തെ ഇൻറ്റൻഷൻ ഒരു ഫേക്ക് എഴുതിയാൽ നിങ്ങൾ ഫേക്കാണെന്ന് ദൈവം അപ്പം തന്നെ റീഡ് ചെയ്യും. അതാണ് എൻ്റെ കുഴപ്പം. മനസ്സിലായില്ലേ? ഇപ്പം നിങ്ങൾ ഇതിൻ്റെ ഇടയ്ക്കെല്ലാം കഴിഞ്ഞതിന് ശേഷം താഴെ എഴുതി വെച്ചിരിക്കണ ആസ്ട്രേലിയയിൽ പോകണം. ആസ്ട്രേലിയ പോകണമെന്ന് എഴുതിയുള്ളൂ. ഇപ്പം നിങ്ങൾ ആസ്ട്രേലിയ പോകണമെന്ന് എഴുതിയപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അത് അപ്പനും അമ്മയും നോക്കാനാണ്. നമ്മുടെ കാലാവസ്ഥ അവിടെ ഉള്ളത്, കുടുംബമായിട്ട് അവിടെ പോകാം, നമ്മുടെ കടങ്ങളെല്ലാം തീരുമെന്ന് പറയുമ്പോൾ മോഹമാണത്. അത് ദുർമോഹമാകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഴയ ലൈൻ കേസ് ഉണ്ടല്ലോ, യവന് ആസ്ട്രേലിയയിലാണ് ജോലി എന്ന് രഹസ്യമായിട്ട് നമുക്കറിയാം. അപ്പോൾ അത് ദുർമോഹമായി. പിടിയിട്ടില്ലേ? ആ സാധനം ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു മോഹമെന്നുള്ള സംഭവത്തിൻ്റെ അകത്ത് ഇടയ്ക്ക് വെച്ചും ദുർമോഹം കയറ്റി വെച്ച് കഴിഞ്ഞാൽ ആ ഉടമ്പടി മൊത്തം തള്ളിപ്പോവും. എന്താ കാര്യം? അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ സ്പിരിറ്റ് ശരിയല്ലാത്തത് കൊണ്ടാണ്. 3 അരൂപികളുണ്ട്. ഒരു അരൂപി എന്താണ്? ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ദൈവത്തിൻ്റെ നയിക്കപ്പെടുന്നത്. 8:14 റോമ 8:14 ഒരു അരൂപിയാണ്. എന്താണ് പറഞ്ഞ്? ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ദൈവത്തിൻ്റെ മക്കളാണ്. അപ്പം ദൈവത്തെ സ്നേഹിക്കുക, ജനങ്ങളെ സ്നേഹിക്കുക എന്നുള്ളതാണ് ഉടമ്പടിയുടെ പ്രഖ്യാപിതമായ ലക്ഷ്യം. അതാണ് ഇതിൻ്റെ അകത്ത് കണ്ടൻറ്റ് ബേസ് ഉണ്ടെങ്കിൽ ഇത് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഇൻറ്റൻഷൻസാണ്. ഇനി ഇപ്പം നമ്മളെ സംബന്ധിച്ചുള്ള ഒരു സ്ഥലം, ഇപ്പം നിങ്ങൾ ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കും. ഉടമ്പടി എഴുതിയപ്പോൾ അമ്മ പറഞ്ഞ്, എടി വലിയപ്പച്ചന് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞ്. വലിയപ്പച്ചന് വേണ്ടി ഉടമ്പടി എടുക്കുമ്പോൾ എഴുതിയേക്കണ പേര് എന്ന് പറഞ്ഞ് അവളൊരു ഓയൊക്കെ പറഞ്ഞ് ഒരു ഇനിഷ്യലൊക്കെ ചേർത്താണ് ആ സാധനം എഴുതിയിരിക്കണത്. ഇവിടെ മനസ്സിരിക്കണത് എങ്ങനെ? ഈ പണ്ടാരം ചാകണമെന്നായിരിക്കും. എന്താ കാര്യം? ചത്ത് കഴിഞ്ഞാൽ പുള്ളിക്ക് മക്കളില്ല, അവിടെ ഓഹരി നമുക്ക് കിട്ടുമല്ല എന്നാണ്. അതെന്താണ്? കൊല്ലാനും നശിപ്പിക്കാനാണ് കള്ളം വരുന്നത്. കാരണം അതെന്താ രൂപിയാണ്? 10:10 ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. യോഹന്നാൻ 10:10. മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. കള്ളനാണ്, കള്ളിയാണ് ശരിക്കും പറഞ്ഞ. കണ്ടവൻ്റെ മുതൽ അവൻ്റെ നാശം ആഗ്രഹിച്ചുകൊണ്ട് രഹസ്യ അജണ്ട കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്നവരെല്ലാം ബ്രാൻഡഡ് തീഫ് റോബറീസാണ്. കർത്താവ് ദേവാലയത്തെ പോലും ഡെൻ ഓഫ് റോബേഴ്സ് എന്ന് പറയണത് ഇത്തരം റോബറികൾ ഉള്ളവർ എല്ലാവരുടെയും കൂട്ടത്തിലുണ്ടാവും, ജനങ്ങളുടെ കൂട്ടത്തിലും ഉണ്ടാവും. അത് ദേവാലയത്തിൽ വരുമ്പോഴാണ് ഈ ദേവാലയം ഡെൻ ഓഫ് റോബേഴ്സായി വരണത്.
എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൽ നിരക്കാത്ത അരൂപികൾ സൂക്ഷിച്ചുകൊണ്ടിരിക്കുക. ഇതിനാണ് ഈ കൗൺസിലിംഗ് വെച്ചിരിക്കുന്നത് ഉടമ്പടിയിലെ. അല്ല, ഉടമ്പടി കരിസ്മാറ്റിക് കൗൺസിലിംഗ് അല്ല, അത് സൈക്കോളജിക്കൽ കൗൺസിലിംഗും അല്ല. നിങ്ങൾ വെച്ചിരിക്കുന്ന നിയോഗങ്ങളെ അതിൻ്റെ അരൂപി സ്പിരിറ്റ് ഡിക്റ്റേറ്റ് ചെയ്യുന്ന അരൂപിയാണ് ഉള്ളത്, ഇതിൻ്റെ അകത്തുള്ളത്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, അതായത് നിങ്ങൾ നിങ്ങൾ സംഖ്യ എടുത്തേ, സംഖ്യ 16:9 ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി നന്ദി നന്ദി. ഹല്ലേലൂയ. ആരാധന ആരാധന ആരാധന. സംഖ്യ 16:9. സംഖ്യ 16:9. കർത്താവിന്റെ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യാനും പറഞ്ഞേ. കർത്താവിന്റെ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യാനും സമൂഹത്തിന് മുമ്പിൽ നിന്ന് സേവനമനുഷ്ഠിക്കാനും ഇസ്രായേലിന്റെ ദൈവം സമൂഹത്തിൽ നിന്ന് നിങ്ങളെ വേർതിരിച്ചത് നിസ്സാര കാര്യമാണോ? ഉടമ്പടി എടുത്ത നിസ്സാര കാര്യമല്ലെന്നാണ് അമ്മ ഈ വചനം പറയണത്. എന്താ നമ്മൾ ഉടമ്പടി എടുത്തിരിക്കണതില്ലേ? നിങ്ങൾ വന്നേ ഇല്ലേ, കർണാടകയിൽ നിന്നും ചില ആൾക്കാരൊക്കെ വന്ന് ഒരു ഫ്ലൈറ്റിന് വന്ന് ഉടമ്പടി എടുത്തിട്ട് പോകും. എത്ര രൂപ? 1.5 ലക്ഷം രൂപയാണ് അവർക്ക് ഒരു ഉടമ്പടിക്ക്. ഒരു ഉടമ്പടിക്ക് 1.5 ലക്ഷം രൂപയാണ് അവർ മുടക്കണത്. അവർ ചില സാക്ഷ്യം പറയാൻ വേണ്ടി വന്നിട്ട് പറയും, ഞാൻ ഇംഗ്ലണ്ടിൽ നിന്ന് വന്നു, സാക്ഷ്യം പറഞ്ഞിട്ട് പോവുകയാണ്, വീട്ടിൽ പോലും പോകുന്നില്ല എന്ന് പറയും. കാരണം അത്രയും പ്രാധാന്യം അവർക്ക് അതിന് കൊടുക്കുന്നുണ്ട്. എന്നാൽ കാര്യം അവരെ സംബന്ധിച്ചുള്ള ഈ വിഷയം ഏർപ്പെട്ടിരിക്കുന്നത് 2 കാര്യത്തിനാണ്. എന്താണ്? 16:9 വായിച്ചേ. കർത്താവിന്റെ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യാനും സമൂഹത്തിന് മുമ്പിൽ നിന്ന് സേവനമനുഷ്ഠിക്കാനും ഇസ്രായേലിന്റെ ദൈവം സമൂഹത്തിൽ നിന്ന് നിങ്ങളെ വേർതിരിച്ചത് നിസ്സാര കാര്യമാണോ? ഉടമ്പടിയിലൂടെ നിങ്ങൾ ചെയ്യണത് എന്താണ്? കർത്താവിന്റെ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്നു, പിന്നെന്ത് ചെയ്യണം? സമൂഹത്തിലെ നിങ്ങളെ ശുശ്രൂഷ ചെയ്യുന്നു. ഇതിന് വേണ്ടിയാണ് നിങ്ങളെ വേർതിരിച്ചിരിക്കുന്നത്. ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം ദൈവികമായ ലക്ഷ്യം എന്താണ്? സമൂഹത്തിൽ നിങ്ങളെ വേർതിരിച്ചിട്ട് ദൈവത്തിൻ്റെ വേലക്കാരാക്കി മാറ്റിയിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇനി നിങ്ങൾ സമൂഹത്തിൻ്റെ ഭാഗമല്ല. സമൂഹത്തിൻ്റെ ഭാഗമാകും. ഈശോ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ലോകത്തിലാണ് എങ്കിൽ ലോകത്തിൻ്റെ അല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ലോകത്തിൻ്റെതാണ്, പക്ഷെ എന്താണ്? Take the bread of God. ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന ആരാധന. യോഹന്നാൻ 15:19 വായിച്ചോളൂ. നിങ്ങൾ ലോകത്തിൻ്റെതായിരുന്നുവെങ്കിൽ ലോകം സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകത്തിൻ്റെതല്ലാത്തത് കൊണ്ട് ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നു. ലോകം ദ്വേഷിക്കുന്ന, നമ്മളെ ദൈവം തിരഞ്ഞെടുത്ത കാരണം ലോകം ദ്വേഷിക്കുന്ന ഒരു ചുറ്റുപാടുകൾ സത്യസന്ധമായ പ്രേക്ഷിത പ്രവർത്തനം ഉണ്ടാകേണ്ടതാണ്. ഈ പ്രാവശ്യങ്ങളിൽ കൃപാസനത്തിൻ്റെ പത്രം വിതരണം ചെയ്തിട്ടുള്ള പൊള്ളാച്ചിയിലും അതുപോലെ തന്നെ മാംഗ്ലൂരുമൊക്കെ ചില സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പം ഇവിടുന്ന് തന്നെ ചിലപ്പോൾ അത് വിജയകുമാർ സാറായാലും ഓഫീസിൽ നിന്നായാലും ഒക്കെ ഇടപെട്ടിട്ട് അത് സെറ്റാക്കിയിട്ടുണ്ട്. കാര്യം ആൾക്കാർ നമ്മൾ കർത്താവിന് വേണ്ടി വേല ചെയ്യുമ്പോൾ നമ്മളാരെയും മതപരിവർത്തനം ചെയ്യാനല്ല ഇതൊക്കെ. നമ്മൾക്കുണ്ടായ ദൈവാനുഭവത്തെ സ്വാഭാവികമായിട്ട് അവർക്കൊരു സങ്കടമൊക്കെ രോഗമൊക്കെ ഉണ്ടാകുമ്പോൾ അവരും പോയി രക്ഷപ്പെടാൻ വേണ്ടി ഓരോ മനുഷ്യർ വ്യക്തിപരമായിട്ട് ചെയ്യുന്ന വിഷയങ്ങളാണത്. പക്ഷേ ചിലർക്ക് ഇതൊരു തെറ്റിദ്ധാരണയാണ്, മതപരിവർത്തനമാണെന്ന്. നമുക്കറിയാമല്ലോ, കൃപാസനം ഉണ്ടായിട്ട് എത്രയോ വർഷമായി ഇന്ന് വരെ ഒരു മനുഷ്യനെ മതപരിവർത്തനം ചെയ്തിട്ടില്ല. നിങ്ങൾ ഇങ്ങോട്ട് ആവശ്യപ്പെട്ട് വന്നാൽ പോലും ഞാൻ ചെയ്യത്തില്ല. എന്താ കാര്യം? കൃപാസനത്തിൻ്റെ ഉദ്ദേശം ആൾക്കാരെ ജ്ഞാനസ്ഥാനപ്പെടുത്തുകയല്ല. എന്താ ഉദ്ദേശം? ക്രിസ്തുവിനെ റീച്ച് ചെയ്യിക്കുകയാണ്. ക്രിസ്തുവിനെ റീച്ച് ചെയ്ത് നീ ക്രിസ്തുവിൽ വിശ്വസിച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നിനക്ക് വിശുദ്ധീകരണം ഉണ്ടാകും. പിന്നെന്താണ്? നിൻ്റെ ജീവിതത്തിൻ്റെ മേഖലകളിലെല്ലാം സമാധാനവും സന്ധിപ്പും ഉണ്ടാകും. അപ്പം നിങ്ങൾ ചോദിക്കും, ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ പാരമ്പര്യ വേഷവും കെട്ടി കിടക്കണം അവന്മാർക്ക് ഇതില്ലല്ലോ, അവന്മാർ തണ്ണിയാളെല്ലാം ചോദിക്കും. അത് അവരുടെ കാര്യം. നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കണം. ഞാനീ പറയുന്ന സ്നേഹ ഷൈജൻ എന്ന് പറയുന്ന ലേഡി, അവരുടെ ജീവിത പ്രശ്നങ്ങൾ കണ്ടില്ലേ?
അവരെ സന്ധിക്കാൻ വേണ്ടി കർത്താവ് എന്തുമാത്രം ഒളിക്കണ്ണോടുകൂടി എന്ത് കരുതലോടെയാണ് ഒരു പത്രം കൊണ്ട് അവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അവൾക്ക് നിൽക്കക്കളിയില്ലാത്ത സമയം വന്നപ്പോഴേ കർത്താവ് അവൾ പറഞ്ഞു, മകളെ പത്രം എടുത്ത് വായിക്കാൻ പറഞ്ഞിനി. അവൾ പത്രം എടുത്ത് വായിച്ചപ്പോൾ ശുരു എന്നും പറഞ്ഞ് അവൾക്ക് ബ്ലീഡിംഗ് ഉണ്ട്. അതേസമയം തന്നെ അവൾക്ക് അമ്മായിയമ്മക്ക് ഭ്രാന്താണ്, കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റണില്ല. പക്ഷേ ഇങ്ങനെ ഇവിടെ വരാമെന്ന് അവൾക്ക് പറ്റത്തില്ല. കാര്യം എന്താ? ഒന്ന് ബ്ലീഡിങ്, രണ്ടാമത്തെ എന്താണ്, ആരെ ഏൽപ്പിച്ചിട്ട് പോലും. മാനസിക രോഗമുള്ള അമ്മായിയമ്മയെ കുഞ്ഞുങ്ങളെ എങ്ങനെ ഏൽപ്പിച്ചിട്ട് പോരും? അവൾക്ക് കാശുണ്ടാ പോകാൻ ഒന്നുമില്ല. പക്ഷേ എങ്കിലും അവളൊരു കണ്ണ് ഏങ്ങി വരിഞ്ഞ്, അതാണ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയണത്. ഇത്രയും കഷ്ടപ്പെട്ട സാഹചര്യത്തിൽ പോലും ഏങ്ങി വരിഞ്ഞ് മാതാവിൻ്റെ അടുത്ത് വരും. മാതാവിൻ്റെ അടുത്ത് വന്നതേ അവൾക്ക് ഓർമ്മയുള്ളൂ. ആദ്യം വന്നത് അവൾ സ്നേഹ വന്നത് വാതിക്കലാണ് വന്നത്. വാതിക്കൽ വന്നതിന് ശേഷം പറയും, അമ്മേ എൻ്റെ ഭർത്താവ് ജയിലിലാണ്, എൻ്റെ ഡ്രൈവർ വണ്ടി ഇടിച്ച് മരിച്ചു, എൻ്റെ അമ്മായിയമ്മക്ക് ഭ്രാന്താണ്, 2 കുഞ്ഞുങ്ങളെ നോക്കാൻ മാർഗ്ഗമില്ല, എനിക്ക് വേലയ്ക്ക് പോകാൻ പറ്റത്തില്ല, എനിക്ക് ബ്ലീഡിങ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റപ്പറച്ചിൽ. പിന്നെ ഇവൾ വീട്ടിലോട്ട് വിളിക്കും. പേടിച്ചിട്ടാണ് വിളിക്കണത്. എന്താ വിളിക്കണ കാര്യം? കുഞ്ഞുങ്ങളെ അമ്മ വല്ലതും ചെയ്താന്നറിയാൻ വേണ്ടി വിളിക്കും. അപ്പോൾ കുഞ്ഞുങ്ങൾ പറയും, മക്കളെ എന്ത് ചെയ്യണം നിങ്ങൾ എന്താ പറയുക? അമ്മ അതേ ഇത് കണ്ട നമ്മുടെ അമ്മാമ്മയില്ലേ, പഴയ കാര്യങ്ങളൊക്കെ പറയാണ്, അമ്മാമ്മക്ക് ഒരു പ്രശ്നവും ഇല്ല ഇപ്പോഴെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. ഇതാണ് കൃപാസനം മാതാവ്. ഇതാണ് കൃപാസനം മാതാവ്. അവളെ രക്ഷിക്കാൻ, അവളുടെ ജീവിതം കുരുങ്ങിപ്പോകുമ്പോൾ ഇവയ്ക്കൊരു തരുമ്പ് വിശ്വാസം എവിടെയോ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് ഈ പത്രം കൂടി അഡ്വാൻസ് വെച്ചേക്കുന്നത്. എന്താ? അവൾക്കൊരു കാഷ്വാലിറ്റി ഉണ്ടായാൽ അവളെ രക്ഷിക്കാൻ നിന്റെ ദൈവം കണ്ണിൽ എണ്ണയും ഒഴിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവക്ക് ഫീൽ ചെയ്ത് അവൾ പറയണ, അന്ന് ഞാൻ കൈകൊണ്ട് എൻ്റെ അമ്മയുടെ ചില്ലത്തോട്ടിട്ട് എൻ്റെ കണ്ണീരിട്ട് ആ നിമിഷം അമ്മ എൻ്റെ അമ്മയെ സുഖപ്പെടുത്തിയിട്ട് ഇന്നും അമ്മയ്ക്കൊരു കുഴപ്പമില്ല. അപ്പം ഞാനെന്താ നിങ്ങളോട് പറഞ്ഞത്? എൻ്റെ ദൈവത്തിന് എന്തെല്ലാം വിഷയങ്ങളുണ്ടെങ്കിലും നിൻ്റെ ദൈവത്തിന് 1/2 സെക്കൻഡ് മതി നിന്നെ രക്ഷപ്പെടുത്താൻ. നീ നിൻ്റെ അവിശ്വാസം വെച്ചോണ്ടോ ദൈവം ആദ്യം അടയാളം കാണിക്കട്ടെ, എന്നിട്ട് ഞാൻ ഉടുത്തിറങ്ങി ദൈവത്തിൻ്റെ വേറെ ചെയ്യാമെന്ന് പറഞ്ഞ് ദൈവത്തിനെ അളക്കരുത്. ദൈവത്തെ അളക്കാതെ ഇവിടെ എന്താ പറയണമെന്നറിയാവോ? ഞാൻ അന്ന് മുതൽ ജപമാല ചെല്ലാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. ജപമാല ചെല്ലാൻ തുടങ്ങി. ഒരു ദിവസം 10 ജപമാല ചൊല്ലി. ഒരു ദിവസം ഞാൻ അമ്മയെ കണ്ടപ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മേ എൻ്റെ മൂത്ത മകൻ മരിച്ച കാര്യം നിന്നോട് പറഞ്ഞില്ലല്ലോ, എനിക്ക് സങ്കടമില്ലെന്ന് പറഞ്ഞ്. അപ്പോൾ മൂത്ത മകൻ, 3 മക്കളിൽ ഒരാൾ മരിച്ചായിരുന്നതിൻ്റെ ഇടയ്ക്ക്, അമ്മ എൻ്റെ മൂത്ത മകൻ മരിച്ച കാര്യം നിന്നോട് പറഞ്ഞില്ലല്ലോ, എനിക്കിപ്പോൾ സങ്കടമില്ല. എന്താണെന്നറിയാവോ? എനിക്ക് 3 മക്കളിലെ ഇല്ലേ 2 മക്കൾ ഇപ്പോൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ, നിനക്ക് 1 മകനല്ലേ ഉണ്ടായുള്ളൂ, അവൻ മരിച്ചു പോയില്ലേ. അപ്പോൾ അവൾ മാതാവിൻ്റെ ദുഃഖത്തോടാണ് തൻ്റെ ദുഃഖത്തെ ടാലി ചെയ്യിക്കണത്. ഒരു വിഷയം, ഒരു വ്യക്തി എന്തുമാത്രം ജ്ഞാനം, ഇതാണ് ജ്ഞാനം എന്ന് പറയണത്. Take the word of God. Ephesians 1:17 സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, മഹത്വം, മഹത്വം, മഹത്വം. എഫേസോസ് 1:17 നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിന്റെ പിതാവുമായവൻ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. അവൾ ജ്ഞാനസായപ്പെട്ടിട്ടില്ല, പക്ഷെ അവൾക്ക് ജ്ഞാനത്തിൻ്റെ വരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ജ്ഞാനസായപ്പെട്ടിരിക്കുന്നത്? വിശ്വാസത്താൽ ജ്ഞാനസായപ്പെട്ടിരിക്കുക. അറിവിനായി ജ്ഞാനസായം പലതരത്തിലുണ്ടേ. അച്ഛന്മാർ വന്ന് വെള്ളം കോരി തല ഒഴിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. യേശുക്രിസ്തു നീ സ്വീകരിച്ച് അവൻ നിൻ്റെ പാപത്തിൻ്റെ പരിഹാരം ചെയ്തു എന്ന് നീ വിശ്വസിച്ച് കഴിഞ്ഞാൽ ഏത് സമയത്തും നീ ജ്ഞാനസായ നീതിനെ നടത്തും. എന്താ കാര്യം എന്നറിയാമോ? ഞാൻ അക്രൈസ്തവ സഹോദരങ്ങളെക്കുറിച്ചാണ് പറയണത്. ഇവിടെ ആരെയും നമ്മൾ മതം മാറ്റുന്നില്ല, മതത്തിൻ്റെ ഭാഗമാക്കുന്നുമില്ല. പക്ഷേ ക്രിസ്തുവിനെ കൈമാറുമ്പോൾ ക്രിസ്തുവിനെ ജനം സ്വീകരിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? അവരുടെ ജീവിത പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം, ഒരാശ്വാസം ക്രിസ്തുവിൽ അവർ സ്വന്തമായിട്ട് കണ്ടെത്തിയത് കൊണ്ടാണ്. ആരും കണ്ടെത്തി കൊടുത്തോന്നുമല്ല. ശേഖാശൈലിന് ആരും ക്രിസ്തുവിനെ കണ്ടെത്തി കൊടുത്തോന്നുമല്ല. അവളുടെ അനുഭവങ്ങൾ, സങ്കടം വന്നപ്പോൾ എൻ്റെ ഭർത്താവ് ജയിലിലാണ്, എൻ്റെ അമ്മയ്ക്ക് ഭ്രാന്താണ്,
എനിക്ക് ബ്ലീഡിങ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, എൻ്റെ ഡ്രൈവർ വണ്ടി ഇടിച്ച് മരിച്ചെന്നൊക്കെ അമ്മയോട് പറയുമ്പോൾ അവർ ദൈവത്തോട് നേരിട്ട് സംസാരിക്കുന്നോ? അത് സത്യസന്ധമായ കാര്യമുണ്ട്. ദൈവം ആ വിഷയം നേരിട്ട് ടേക്കപ്പ് ചെയ്യുന്നോ? അതേസമയം തന്നെ ഇവിടെ എന്ത് സംഭവിക്കണത്? ഇത് തന്നെയാണ് എല്ലാവർക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അവരുടെ ജീവിതാനുഭവങ്ങളിൽ അവർക്കൊരു ഭാരമുണ്ടാകുമ്പോൾ അവരവരുടെ ദൈവത്തോട് അവർ നേരിട്ട് പറയുകയും ദൈവം അവരെ സന്ധിക്കുകയും ചെയ്യുന്നു. ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ. ഇത് കഴിഞ്ഞ് സ്നേഹയുടെ കാര്യം എന്നെക്കാട്ട് രസമാണ്. സ്നേഹയുടെ സാക്ഷ്യം ഞാൻ എന്താ എടുത്തതെന്ന് അറിയുന്നത് വെച്ചാൽ, സ്നേഹയുടെ സാക്ഷ്യത്തിൻ്റെ ആധ്യാത്മിക നിലവാരം കുറച്ച് കൂടുതലാണ്. ഇത് ഈ അമ്മ സുഖപ്പെട്ട് പിന്നെ അവൾക്ക് ചെറിയ ജോലിയൊക്കെ ശരിയായി കുടുംബമൊക്കെ ഉന്തിക്കൊണ്ട് പോകാൻ പറ്റുന്ന പരുവത്തിലാകുമ്പോഴും ഈ ബ്ലീഡിങ് നിൽക്കണില്ല. ബ്ലീഡിങ് എന്ന് അറിയാമല്ല, ലേഡീസിന് ബ്ലീഡിങ്ങൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അത് നിരക്കാത്തൊരവസ്ഥ വന്നാൽ എന്ത് ചെയ്യും? ഉടമ്പടി ഒന്നെടുത്ത് അത് ഒന്ന് പുതുക്കിയിട്ടും ബ്ലീഡിങ് നിൽക്കണില്ല. രണ്ടാമത്തെ പുതുക്കലിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. 10 കൊന്ത വെച്ച് ഒരു ദിവസം ചെല്ലറുണ്ടാൾ, പക്ഷേ ബ്ലീഡിങ്ങിനൊരു മാറ്റവും ഇല്ല. അപ്പോൾ അവൾ നേരിട്ട് ഈശോയോട് പറയും, ഈശോ ബ്ലീഡിങ്ങിനൊരു മാറ്റവും ഇല്ല, ഞാനിങ്ങനെ വല്ലാതെ പരവേശം കൊള്ളണം, എൻ്റെ ആയുസ്സും ഓജസ്സൊക്കെ പോണ്, എനിക്ക് ജോലി ബ്ലഡല്ലേ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണത്, എനിക്ക് നല്ല നിൽക്കാൻ പറ്റണില്ല. അപ്പോൾ എന്നെക്കുറിച്ച് നിനക്ക് ഒരു പദ്ധതിയൊന്നും ഇല്ലേ? എൻ്റെ ബ്ലീഡിങ് മാറ്റാനൊന്നും പറ്റത്തില്ലേ? എനിക്കൊരു അടയാളം കാണിച്ചു തരാൻ പാടില്ലേ എന്നിവൾ നേരിട്ട് ചോദിക്കും ഈശോയോട്. കിടക്കാൻ നേരത്താണ് ചോദിക്കണം. എനിക്കൊരു അടയാളം കാണിച്ചു തരാൻ പറ്റണില്ലേ? എനിക്ക് സഹിക്കാൻ പറ്റണില്ലല്ലോ എന്ന് പറയുമ്പോൾ ഒരു വെളുപ്പിന് 3 മണിയാകുമ്പോൾ ഈശോ നേരിട്ട് വരും. എന്നിട്ട് സ്വപ്നത്തിൽ ഇവിടെ നേരെ ഇങ്ങനെ കൈ നീട്ടും എടുത്ത് കഴിക്കാൻ പറയും. നോക്കുമ്പോൾ കയ്യിലൊരു ടാബ്ലറ്റ്സ്, അതുടനെ എടുത്ത് സ്വപ്നത്തിൽ തന്നെ അവൾ കഴിക്കും, കർത്താവ് തന്നാണെന്ന്. അപ്പോൾ നിങ്ങൾക്കിത് സ്വപ്നമല്ലേ എന്ന്? സ്വപ്നമല്ല, അവളുടെ ബ്ലീഡിങ് അതുകൊണ്ട് അസ്തമിച്ചു. ഇതാണ് ജനങ്ങളുടെ കൃപാസന അനുഭവം എന്ന് പറയുമ്പോൾ മനസ്സിലായില്ലേ? ഇതിനെ കുറിച്ച് എന്താ പറയണത്? ടേക്ക് ദ ബെഡഫോർഡ്, ഇതിനെക്കുറിച്ച് എന്താ പറയണത്? പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഈ ആദിമ സ്പിരിറ്റാണ് നമ്മൾ റീക്രിയേറ്റ് ചെയ്യാൻ പോണത്. എന്താ പറയണത്? 1:17 നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിന്റെ പിതാവുമായവൻ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. വെളിപാടാണ് സംഭവം. സ്വപ്നം ഒരു വെളിപാടാണ് ശരിക്കും. എല്ലാവരും ഉടമ്പടി എടുത്ത് എല്ലാവരും തന്നെ പറയുന്നുണ്ട് വെളിപാടിനെക്കുറിച്ച്. എന്താ കാര്യം? വെളിപാടൊരു അവകാശമാണ്. നമ്മുടെ ആദിമസഭയിലെ അനുദിന ഒരു മനുഷ്യൻ, ഒരു വ്യക്തി, ഒരു കുടുംബം അനുഭവിക്കുന്ന എല്ലാ സ്വകാര്യ സമ്മർദ്ദ സംഘർഷങ്ങൾക്കും ദൈവത്തിൻ്റെ സുവിശേഷത്തിൻ്റെ വഴിപാടുകളുണ്ട്. അതെന്താണ്? അത് വെളിപാടായിട്ട് ദൈവം തരും. ചിലപ്പോൾ ദർശനമാകാം, ചിലപ്പോൾ സ്വപ്നമാകാം. ഉടമ്പടി ഇതെല്ലാം ദൈവം നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നതാണ്. വാക്കിൻ്റെ ദാനമാണ് വാഗ്ദാനം. എല്ലാ വാക്കിലും ദൈവം ദാനം വെച്ചിട്ടുണ്ട്. ആ ദാനത്തെ നമ്മൾ പ്രാപിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമമാണ് അവൻ പറയണ പോലെ ചെയ്യുക. ചെയ്യുന്നവനായിട്ട് എങ്ങനെ ചെയ്യണം? അത് ഗലാത്യർ 5:6 വെച്ച് ചെയ്യണം. ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ. ഗലാത്യർ 5:6. എന്തെന്നാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പരിച്ഛേദനമോ അപരിച്ഛേദനമോ കാര്യമല്ല, സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമായ വിശ്വാസമാണ് സുപ്രധാനം. വേറെ ഒന്നും സുപ്രധാനമല്ല. സഭ പലതും സുപ്രധാനമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ സുപ്രധാനം എന്താ? ബൈബിൾ എന്താ സുപ്രധാനം എന്ന് പറയണത്? സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ വിശ്വാസം. വിശ്വാസമാണ്. പക്ഷെ അതെന്ത് ചെയ്യണം? പ്രവർത്തനക്ഷമമായിരിക്കണം. എങ്ങനെ പ്രവർത്തിക്കണം? അതെന്ത്? നമുക്ക് പ്രവർത്തിക്കണമെങ്കിൽ നമുക്ക് കറണ്ട് കൊണ്ട് പ്രവർത്തിക്കാം, അല്ലേ? കറണ്ട് കൊണ്ട് പ്രവർത്തിക്കാം, കാറ്റ് കൊണ്ട് പ്രവർത്തിക്കാം, വെള്ളം കൊണ്ട് പ്രവർത്തിക്കാം. എങ്ങനെ പ്രവർത്തിക്കണമെങ്കിൽ എന്ത് ഊർജ്ജം ഉപയോഗിക്കാം? ആറ്റോമിക് എനർജി കൊണ്ടും പ്രവർത്തിക്കാം.
പക്ഷേ നമ്മൾ ബൈബിൾ പ്രവർത്തിക്കണത് എങ്ങനെയാണ്? സ്നേഹത്താലാണ് പ്രവർത്തിക്കണത്, ഇല്ലേ? സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ വിശ്വാസമാണ് സുപ്രധാനം. സുപ്രധാനമാണ്. അതായത് അൾട്ടിമേറ്റ് പ്രയോറിറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. എന്തിനാണ്? സ്നേഹത്താൽ നീ പ്രവർത്തിക്കണമല്ല പ്രശ്നം. ഞാൻ ഇന്നലെ അലക്സച്ചനോട് രാത്രി ഇരുന്ന് സംസാരിക്കരുന്ന്. എന്താ സംസാരിച്ചെന്നറിയോ? ഞങ്ങളിരുന്ന് ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം ഇരുന്ന് അന്ന് നമ്മുടെ അപ്പോച്ചൻ ഇല്ലായിരുന്നു. അപ്പോച്ചൻ പിതാവിനെ കാണാൻ പോയിരുന്നു. അപ്പോൾ ഞാൻ അലക്സച്ചൻ കൂടി ഇരുന്നുകൊണ്ട് കർത്താവിനെ കുറിച്ച് സംസാരിക്കുകയാണ്. അപ്പോൾ ഞാൻ അലക്സച്ചനോട് പറഞ്ഞു, അലക്സച്ച, അപ്പോൾ അച്ഛൻ വളരെ ശ്രദ്ധിച്ചും പ്രാർത്ഥനയോടുകൂടെ ഇത് കേൾക്കണത്. അതായത് എൻ്റെ മനസ്സിലപ്പോൾ വന്നതാ, അതായത് ഈ യൂദാസിനെ സേവ് ചെയ്യാൻ വേണ്ടി കർത്താവ് അവസാനത്തെ കരുനീക്കണമുണ്ട്. നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും. ശരിക്കും പറഞ്ഞാൽ യൂദാസിനെ പരിക്കേൽപ്പിക്കാതെ അവനെ പറഞ്ഞു വിടണം. കാര്യം അവൻ്റെ തീരുമാനത്തിൽ നിന്ന് അവൻ മാറാൻ തയ്യാറല്ല. കർത്താവിനെ ഒറ്റിക്കൊടുക്കുക എന്നുള്ള തീരുമാനത്തിൽ നിന്ന് അവൻ മാറാൻ തയ്യാറല്ല. അപ്പോൾ ഒരു പാപം ചെയ്യുക എന്ന ഉദ്ദേശത്തിൽ നിന്ന്, കൊലപാതകം ചെയ്യുന്ന ഉദ്ദേശത്തിൽ നിന്ന് മാറാൻ അവൻ തയ്യാറല്ല. പക്ഷെ അവനെ വെച്ചുകൊണ്ട് അതുകൊണ്ട് കുർബാന സ്ഥാപിക്കാൻ ഈശോയ്ക്ക് പറ്റത്തുമില്ല. എങ്ങനെ അവനെ പറഞ്ഞു മാറ്റാനും പറ്റത്തില്ല. ഈശോ ഒരു ത്രിസംഗുവിലാവും ശരിക്കും പറഞ്ഞാൽ. അപ്പോഴെന്നിട്ട് ഈശോ ആദ്യം ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ, ആദ്യമേ ഈശോ എല്ലാവരുടെയും കാലുകളെ കഴുകും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, താൻ ഇനി മുന്നോട്ട് വെക്കാൻ പോകുന്ന മനുഷ്യരാശിയുടെ മുമ്പിൽ മുന്നോട്ട് വെക്കാൻ പോകുന്ന എക്കാലത്തെയും വലിയ ചാലഞ്ചാണ്. എന്താണ്? അതായത് ഈ കുരിശിലെ സ്നേഹം എന്നുള്ള ലാസ്റ്റ് പെഡഗോജിയാണ് പഠിപ്പിക്കാൻ പോണത്. അതുക്ക് മുമ്പ് അതിൻ്റെ ഒരു സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യണത് ഭയങ്കര മനോഹരമാണ്. ആദ്യം ഒരു പാത്രത്തിലെടുത്തിട്ട് ആദ്യം തന്നെ ദാസനാകും. ഇതൊക്കെ കണ്ടിട്ടാണ് സെൻറ്റ് പോൾ പിന്നീട് പറഞ്ഞത് അവൻ ദാസനായി മരണത്തോളം തന്നെ. അതൊക്കെ വായിക്കണ ഓരോ വാക്കിലും നമ്മുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണീരിങ്ങനെ കുറുകൂടാ ചീറ്റിക്കൊണ്ടിരിക്കും. എന്താ കാര്യം വെച്ചാൽ ഇവൻ ആദ്യം ദാസനാകും. എല്ലാവർക്കും യജമാനാകാനാണല്ല മോഹം. ആ മോഹമാകാൻ ഉള്ളവർ ആദ്യകാലം മുതൽ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നതുകൊണ്ട് വഴി വെച്ച് പോലും ഇവന്മാർ വലിയവൻ ആരാണെന്ന് തർക്കിച്ചുകൊണ്ട് നടന്നതാണ്. ഇവരെ കൊണ്ട് സുവിശേഷം കൈമാറാൻ പറ്റത്തില്ലെന്ന് കർത്താവ് തിരിച്ചറിഞ്ഞപ്പോഴാണ് ഇവൻ എന്ത് ചെയ്ത് വേഷം മാറ്റി, മേലങ്കി മാറ്റി, അധികാരത്തിൻ്റെ മേലങ്കി, സ്ഥാനത്തിൻ്റെ മേലങ്കി മാറ്റിയിട്ട് അവൻ ഉടനെ ദാസനായി. എൻ്റെ ദൈവത്തിലെ ഉടമ്പടിയിൽ ഒത്തിരി ദാസ്യതയുടെ സംഭവമുണ്ട്. നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾക്ക് ക്ഷമിക്കാൻ, ഈ ജന്മത്തിൽ ക്ഷമിക്കാൻ പറ്റാത്ത ആൾക്കാരോട് ക്ഷമിക്കാൻ വേണ്ടി ദൈവം നിനക്കൊരവസരം തന്നാൽ നീ സെഞ്ചുറി അടിച്ചിരിക്കും. എന്താ കാര്യം എന്നറിയാവോ? ദൈവം നിന്നെ അനുഗ്രഹിക്കാനും ഉയർത്താനും വേണ്ടിയുള്ള ദൈവത്തിൻ്റെ കരുതലാണതെങ്കിൽ ആ ദൈവത്തിന് നിന്നോടുള്ള അദമ്യമായ സ്നേഹമാണ്. ശ്രദ്ധിക്കട്ടെ. അപ്പോൾ ഇത്രയും കാലം ഗുരു തന്നെ ദാസൻ്റെ വേഷം എടുത്തിട്ട് ശിഷ്യന്മാരുടെ കാല് തന്നെ ഒറ്റിക്കൊടുക്കാനിരിക്കുന്നവൻ്റെ പോലും കാല് കഴുകിയിട്ട് പോലും അവൻ്റെ തീരുമാനത്തിന് അവൻ മാറണില്ല. അവനങ്ങനെ കടിച്ചു പിടിച്ചിരിക്കുക. എന്തൊരു ജന്മം ഇത്! ഉടനെ ഈ കർത്താവ് ഇരുന്ന് അവൻ പഴയ അച്ചയ്ക്ക് ഉടുപ്പൊക്കെ ഇട്ടിട്ട് അവന് ഇരുന്ന് വെച്ചും പറയും, നിങ്ങളെ കാലുകൾ ഞാൻ കഴുകി, നിങ്ങളെല്ലാവരും ശുദ്ധി ഉള്ളവരാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഈശോ നിർത്തോ. എങ്കിലും ഒരാളല്ലെന്ന് പറയും. ഒരാളല്ലെന്ന് പറഞ്ഞാൽ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴെങ്കിലും യൂദാസ് ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകണം. ഒരാളല്ല എന്ന് പറയും. ഒരാളല്ലെന്ന് പറയുമ്പോൾ ഉടനെ അവർ ചോദിക്കും, നിങ്ങൾ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് പറയും. ഉടനെ ഈശോ പറയും, അത് അപ്പോസ്തലന്മാർ ചോദിക്കും, അത് ഞാനാണോ എന്നൊക്കെ ഇവർ ചോദിക്കും. അങ്ങനെ ചോദിച്ചാലും യൂദാസും കയറി ചോദിക്കാൻ ഇടക്ക് അത് ഞാനാണെന്ന് ചോദിക്കും. അപ്പോഴും കുർബാന ഇവൻ നിർബന്ധപൂർവ്വം സഭയെ നിൽക്കണം, കുർബാന അർപ്പിക്കണമെന്ന് പറഞ്ഞ് കൊല്ലുകയും ചെയ്യും. അവന് കർത്താവിനെ കൊല്ലുകയും ചെയ്യണം, കുർബാന അർപ്പിക്കുകയും ചെയ്യണം. അതാണ് എൻ്റെ പ്രശ്നം. അവൻ പോകുന്നില്ല. അപ്പോഴങ്ങനെ പോകാതിരുന്നപ്പോൾ പിന്നെ അതേസമയം തന്നെ അവന് ഒരു മണ്ണ് പോലും കിള്ളിയിടാൻ ഈശോ തയ്യാറുമല്ല. അതാണ് എൻ്റെ രസം. അത് നിങ്ങളത് ആ ഒരു ഭാഗം കാണുമ്പോൾ ഒരു ക്രിസ്ത്യൻ ആകണത് എന്തുമാത്രം ഈ ഭൂമി നോബിളാണെന്നൊക്കെ മനസ്സിലാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ
കർത്താവിനെയാണ് നമ്മൾ അതിൻ്റെ കോപ്പി എടുക്കണം ജീവിതത്തിലേക്ക്. എന്താ കോപ്പി എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ പോകാതിരിക്കുമ്പോൾ ഈശോ പറയും നിങ്ങൾ എന്നെ ഒറ്റിക്കൊടുക്കും. ആ ശരി എന്നാലും അവൻ പോകത്തില്ല. അപ്പം പിന്നെ ഈശോ പറയും ഒരപ്പം മുക്കി വീഞ്ഞിന് മുക്കിയിട്ട് അവന് കൊടുത്തിട്ട് പറയും നീ ചെയ്യാനുള്ളത് വേഗം ചെയ്യാൻ പറയും. അപ്പോൾ ചെയ്യാൻ പറയുമ്പോൾ എന്താ ചെയ്യണം ശരിക്കും പറഞ്ഞാൽ, ഇവൻ ചെയ്യാൻ പോണത് എന്താണെന്ന് ഈശോയ്ക്കറിയാം, ഇവൻ ചെയ്യാൻ പോണത് എന്താണെന്ന് അവനും അറിയാം. പക്ഷെ അവൻ ചെയ്യാൻ പോണത് എന്താണെന്ന് പത്രോസ് അറിഞ്ഞാൽ അപ്പം പെടരിക്കിട്ട് അവനെ വിട്ടിരിക്കും. പത്രോസ് ഇവനെ നോട്ട വിടാതിരിക്കാൻ വേണ്ടിയാണ് ഇവനെ സേവ് ചെയ്യുന്ന രീതിയുണ്ട്. എന്താ കാര്യം നിങ്ങൾ നോക്കിയേ. എന്നിട്ട് അപ്പം അപ്പോസ്തലന്മാർ തെറ്റിദ്ധരിക്കും. എന്താണ്? തിരുനാളിന് ആവശ്യമായ എന്തോ വാങ്ങാൻ വേണ്ടിയാണ് പറഞ്ഞേക്കണമെന്ന്. അപ്പോൾ പ്രശ്നമില്ല, യൂദാസ് പ്രതിയല്ല. അവിടെ ആ കഥയിൽ യൂദാസ് പ്രതിയല്ല. അവർ മനസ്സിലാക്കിയതിൻ്റെ ഇടയിൽ യൂദാസ് പ്രതിയല്ല. എന്താണ്? തിരുനാളിന് ആവശ്യമായത് എന്തോ വാങ്ങാൻ വേണ്ടി അവനെ പറഞ്ഞു വിട്ടതാണെന്ന് പറയുമ്പോൾ അവൻ പുറത്തേക്ക് പോയപ്പോൾ തന്നെ. പക്ഷേ പോയതെന്താ കാര്യം? പത്രോസും മറ്റ് ശിഷ്യന്മാരും അവനെ ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടി ഈശോ അവനെ സേവ് ചെയ്യുകയാണ്. കണ്ടില്ലേ? എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്രശ്നം വെച്ചാൽ ഇര വേട്ടക്കാരനെ സേവ് ചെയ്യുന്നു. ഇരയാണ്, ഒരു പ്രേയാണ് പ്രെഡേറ്ററിനെ സേവ് ചെയ്യണത്. ഇതാണ് ഈ ഇരിക്കണ ആള് ഒരു ആരാധന കൊടുക്കാൻ എന്ന് യോഗ്യനാവനാണ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഈ സ്നേഹം. നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? സ്നേഹത്താൽ ഉടമ്പടിയുടെ പ്രവർത്തനം എന്താണ്? 5 ഗലാത്യർ 5:6 എന്താണ്? സ്നേഹത്താൽ പറഞ്ഞേ, പ്രവർത്തനക്ഷമമായ വിശ്വാസം. അതാണ് ഈശോ അപ്പം മുക്കി അവൻ അവിടുന്ന് സേവ് ചെയ്തത്. സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ വിശ്വാസം. തൻ്റെ ലൈഫ് തെറ്റാണെന്ന് കാണുമ്പോഴും ആ ലൈഫ് തെറ്റായിരിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ലൈഫ് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നേഹമെന്ന് പറഞ്ഞാൽ അത് ക്രിസ്തുവിൻ്റെത് മാത്രമാണ്. നിങ്ങൾ ഓർക്കണം, ഒരു മതമെന്ന് പറയുമ്പോൾ ഇതാണ് മതം. നമ്മൾ ലോകത്തിൽ പല മതങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ പേടിയാണ് നമുക്ക് വരണത്. പക്ഷേ പേടിക്കാതെ സ്നേഹത്തോടെയും നിന്നെ സ്നേഹത്തിൻ്റെ വക്തമാക്കിക്കൊണ്ട് സഹോദരൻ്റെ ജീവനെ സംരക്ഷിക്കാൻ വേണ്ടി നിലനിർത്തുന്നുണ്ടെങ്കിൽ അതാണ് ദൈവം. ശ്രുതിക്കട്ടെ. നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്വന്തം ജീവന് തന്നെയും ഭീഷണിയായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ ശത്രുവിനെ പോലും സേവ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു സ്നേഹം, ക്രിസ്തുവിൻ്റെ സ്നേഹം നീ ആർജിച്ചെടുത്തു കഴിഞ്ഞാൽ നിനക്ക് എല്ലാ സാഹചര്യങ്ങളും അതിജീവിക്കാൻ കഴിയുമെന്നാണ് സുവിശേഷം നമ്മളോട് പറയണത്. ഒരു കൈയടി കൊടുക്കട്ടെ സുവിശേഷത്തിന്. ആ ദൈവം വിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ചിലപ്പോഴിങ്ങനെ ഒരു വേർതിരിവൊക്കെ ഉണ്ടാകും. എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയിലുള്ളതാണ് ഇതുപോലെ ദൈവവചനം അനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലോ സമൂഹത്തിലോ ഒക്കെ നമുക്കൊരു വേർതിരിവ് വരും. അതൊരു മധുരതരമായ മുറിവായിട്ട് നിങ്ങൾ എടുക്കണം. മധുരതരമായ മുറിവെന്നല്ല, അത് ഗർഭിണികളുടെ പ്രസവവേദന എന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞായിരുന്നു. അത് ഗർഭിണികളുടെ വേദനയ്ക്കൊരു മധുരമില്ലേ, അതുതന്നെയായിരിക്കും വചനം നമ്മൾ അവൻ പറയണ പോലെ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾക്ക് ഗർഭിണികളുടെ പ്രസവവേദന പോലെയായിരിക്കും. എന്ന് വെച്ചാൽ നമുക്ക് കഷ്ടനഷ്ടങ്ങളൊക്കെ ഉണ്ടാകും, പക്ഷെ നമുക്ക് ക്രിസ്തു നമ്മളെ ജനിക്കുന്നതിൻ്റെ ഒരു സന്തോഷം നമ്മളിൽ രൂപപ്പെട്ടു വരും. ഉടമ്പടിയിലെ അൾട്ടിമേറ്റ് എയിം ക്രിസ്തു നമ്മൾ ജനിക്കുക എന്നുള്ളതാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. കർത്താവിൻ്റെ വലിയ മഹത്വം വിളങ്ങി നിൽക്കുന്ന ഈ സഭാസമൂഹത്തിൽ
കർത്താവിൻ്റെ തിരുമുറുമാർന്ന വലതുകരം നീട്ടി നിന്റെ കണ്ണുനീര് തുടക്കുന്ന ദൈവിക നിമിഷങ്ങളാണ്. കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുവാനും നിന്നെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ നിന്റെ തിരുസക്രാരിയുടെ മുമ്പിലെ ഒരുമിച്ച് കൂട്ടിയതിന് നന്ദി പറയുന്നു. ഇപ്പോൾ ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇവിടെ പ്രാർത്ഥിക്കുന്ന ഓരോ മകനും കർത്താവെ മകളെയും കർത്താവ് നീ സ്പർശിക്കണമേ. കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ. കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ. കർത്താവെ സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ. കർത്താവെ സഭയിലുള്ള സാന്നിധ്യം നീ ഇപ്പോൾ പ്രകടമാക്കണമേ. കർത്താവെ സഭയിലുള്ള സാന്നിധ്യം നീ ഇപ്പോൾ പ്രകടമാക്കണമേ. കർത്താവ് നിന്റെ തിരുമുറുമാർന്ന വലതുകരം മക്കളുടെ ശിരസിൽ വെക്കണമേ. കർത്താവ് നിന്റെ തിരുമുറുമാർന്ന വലതുകരം അയാളുടെ മക്കളുടെ ശിരസിൽ വെക്കണമേ. കർത്താവ് നിന്റെ തിരുമുറുമാർന്ന വലതുകരം അയാളുടെ മക്കളുടെ ശിരസിൽ വെക്കണമേ. അടിപ്പിണർ പോലെ കർത്താവ് അടിപ്പിണർ പോലെ കർത്താവ് അടിപ്പിണർ പോലെ വൈദാഘാതം പോലെ കർത്താവ് വൈദാഘാതം പോലെ ദൈവികമായ ശക്തി ഓരോ മകളിലേക്ക് നിറയട്ടെ. ദൈവികമായ ശക്തി ഓരോ മകളിലേക്ക് നിറയട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ അപ്പാ സ്വർഗീയപ്പാ ദേവിതാവേ അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തില് അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തില് അടയാളങ്ങൾ സംഭവിക്കട്ടെ. അപ്പാ അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തില് അടയാളങ്ങൾ സംഭവിക്കട്ടെ. യേശുവിന്റെ ഉന്നതമായ നാമത്തില് ഉച്ച മുതല് ഉള്ളംകാല് വരെ യേശുവിന്റെ ഉന്നതമായ നാമത്തില് ഉച്ച മുതല് ഉള്ളംകാല് വരെ യേശുവിന്റെ ഉന്നതമായ നാമത്തില് മാരക രോഗങ്ങള് തീരാവേദികള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അപ്പാ എല്ലാ മക്കളും ശ്രദ്ധിക്കണമേ. വീടില്ലാത്തവര്, ജോലിയില്ലാത്തവര്, സമാധാനം ഇല്ലാത്തവര്, വേർതിരിഞ്ഞു പോയവര്, മക്കളില്ലാത്തവര്, വിവാഹം ഒത്തുവരാത്തവര്, സാമ്പത്തിക തകർച്ചയുള്ളവര്, വീട് നഷ്ടപ്പെട്ടവര്, ഇറങ്ങേണ്ടി വരുന്നവര്, കർത്താവേ ജീവിതം എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്ത വിഷയത്തില് കേസ് അകപ്പെട്ടിരിക്കുന്നവരെ എല്ലാവരും സ്പർശിക്കണപ്പാ. മഴ പോലെ, ഇടിനാളം പോലെ, അടിപ്പഴ പോലെ, വൈദാഘാതം പോലെ ദൈവികമായ ശക്തി 38 വർഷം അർപ്പിച്ച കൃപാണ യുഗതയാൽ കൃപാസത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യത്വത്തിൽ നടന്ന 10,000 ആരാധന ശക്തിയാൽ മാർഗ രോഗങ്ങള്, തിരവേദികള്, ജീവ ദുരിതങ്ങള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. തൊടയുടെ ഉള്ളിൽ മുഴച്ചു വരുന്ന അവസ്ഥകള് ക്യാൻസർ പോലെ കർത്താവ് സ്പർശിക്കുന്ന ഈ സമയം സ്പർശിക്കുന്ന രോഗങ്ങളാണ്. ജനിതകമായ തടസ്സങ്ങളുള്ളവരെ കർത്താവ് സ്പർശിക്കുന്നുണ്ട്. എല്ലാ വിഷയവും ഭൗതികമാകാം, ശാരീരികമാകാം. എല്ലാ വിഷയവും ഉച്ചയിണ പോലെ, ആമയേണ പോലെ വളരെ സ്ലോ ആയി പോവുകയും സമയത്ത് വേണ്ട കാര്യം വേണ്ട സമയത്ത് വേണ്ട പോലെ നടക്കാതിരിക്കുകയും ചെയ്യുന്നവർ, കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നവരുടെ കണ്ണുനീര് കർത്താവ് ഏറ്റെടുക്കുന്നുണ്ട്. ശ്രദ്ധിക്കട്ടെ. ആറ് എന്ന ഒരു നമ്പർ ഈശോ കാണിക്കുന്നുണ്ട്. നമ്മുടെ ഉടമ്പടിയുടെ നമ്പർ 6 പക്ഷെ അതല്ല. 6 എന്ന പേരിൽ ഡേറ്റ് ഇട്ടിട്ടുള്ളവർ, അല്ലെങ്കിൽ അതിന് തീയതിയോ അല്ലെങ്കിൽ എന്തുവാ 6 എന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിഷയത്തിനു മേലും കർത്താവിൻ്റെ ആശീർവാദമുള്ളൊരു സമയമാണിത്. അതിൻ്റെ അടയാളം കാണിക്കാൻ ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ എല്ലാ ജോലി മേഖലയുണ്ട്, വീട്ടിൽ തന്നെ വരുമാനം കണ്ടെത്തുന്ന മേഖലയുണ്ട്, കേസിൻ്റെ വിഷയങ്ങളുണ്ട്. ആ മേഖലയെല്ലാം കർത്താവ് നിങ്ങൾക്ക് ഈ ദിവസങ്ങളിലെ ആരോ ചേർത്തുള്ള മഴവിൽ ചേർത്തുള്ള അടയാളം കാണിച്ചുകൊണ്ട് കർത്താവ് നിങ്ങൾക്ക് ആ വിഷയത്തെ വെളിപ്പെടുത്തുമെന്ന് സൂചനയുണ്ട്. ഇടിമുഴക്കം പോലെ സ്തുതിക്കട്ടെ. സ്രാവരോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി അടിവയറ്റി കൈവച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. സ്രാവരോഗങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെ കാണുന്ന കാര്യങ്ങൾ അറിയാതെ മസിൽ വിരക്ഷമായതുകൊണ്ട് തന്നെ മലമൂത്രങ്ങൾ കാലിൽ കൂടി ഒഴുകി പോകുന്ന ഒരു പയ്യൻസിനെ കാണിക്കണത്, അല്ല പ്രായമുള്ള ആളല്ല.
അപ്പം അങ്ങനെയുള്ളൊരു മകനെ കർത്താവ് സ്പർശിക്കുന്നുണ്ട്. ആരാധന. അതുപോലെ തന്നെ എപ്പോഴും ഇങ്ങനെ പ്രാണികളുടെ ശല്യം, ശരീരം മുഴുവൻ തിണർത്ത് കിടക്കുക, ചൊറിച്ചിലുണ്ട് ചൊറിച്ചിലില്ല, തടിപ്പ് ആണ് തിണർപ്പുമുണ്ട്, അങ്ങനെ ശരീരമാസകലം പലതരത്തിലുള്ള കുറിയും പാടുകളുള്ള വ്യക്തികളെ കർത്താവെ അവരെല്ലാം നിൻ്റെ വിശുദ്ധമായ രക്തത്താൽ നീ ഇപ്പം കഴുകണമേ, ആണിപ്പെടുത്താന്ന് അത്ഭുത കർത്താവ് സ്പർശിക്കണമേ. ശ്രദ്ധിക്കട്ടെ. മുറിച്ച തേങ്ങയിലെ, അതായത് ദൈവത്തിന് നിരക്കാത്ത ക്രിയകൾ ചെയ്ത് സഹോദരനെയും മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുള്ളവരെ അനുദപിച്ചുകൊണ്ട് പരിഹാരം ചെയ്യാൻ ഈശോ ആവശ്യപ്പെടുന്നുണ്ട്. ചുണ്ട് തടിച്ചു വരുന്നവർ, വല്ലാത്ത രീതിയിൽ ചുണ്ട് തടിച്ചു വരുന്നവർ, അതൊരു അലർജി രോഗമോ വേറെ എന്തോ ഒരു ക്യാൻസർ പോലെ രോഗങ്ങളാണ്, കർത്താവ് സൗഖ്യപ്പെടുന്ന സന്ദേശമുണ്ട്. ഷുഗർ രോഗികൾ, പ്രഷർ രോഗികൾ, ശ്വാസകോശ രോഗികൾ, നിർത്താത്ത തലവേദനയുള്ളവരെ അത് ആ സ്ഥലങ്ങളിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. വിവാഹം ഒത്തുവരാത്തവരെ, മക്കളില്ലാത്തവർ, ജോലി ഇല്ലാത്തവർ, വീടില്ലാത്തവർ, സ്ഥലമില്ലാത്തവർ, ജെട്ടു നടപടി നേരിടുന്നവർ, വിദേശത്ത് സാമ്പത്തിക പ്രശ്നമുള്ളവർ, സ്വദേശത്ത് ജോലിയില്ലാതെ വിഷമിക്കുന്നവർ, സാമ്പത്തിക കടങ്ങളിൽ വിഷമിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ശരീരത്തിലും തലയിൽ നിന്ന് നീരിറങ്ങിയിട്ട് കഴുത്തിന് കിടക്കുന്ന, ഒരിക്കലും വിട്ടുമാറാതെ കിടക്കുകയും അത് പിന്നെ വലിയ രോഗങ്ങളായിട്ട് മാറുകയും ചെയ്യുന്ന കർത്താവ് സുഖപ്പെടുന്നുണ്ട്. കടൽ മത്സ്യങ്ങളെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുണ്ട്, മെസ്സേജ് വ്യക്തമല്ല. അതുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികൾ ആ വിഷയത്തിൽ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നു. മുട്ടനിക്കടെ. വലത് കണ്ണ് കരുപ്പുള്ളവരും കണ്ണിന് കാഴ്ചക്കുറവരും ആ കണ്ണ് തൊട്ട് സ്പർശിച്ച് പ്രാർത്ഥിക്കണം. വലത് കണ്ണ് കർത്താവ് കാണിച്ചെന്ന സ്ഥിതിക്ക് ഇടത് കണ്ണിലും കാഴ്ച വിഷമമുള്ളവരുണ്ടാകും, ചെവിക്ക് കേൾവിക്കുറവുള്ളവരുണ്ടാകും, തൊണ്ടയിൽ ടോൺസൈറ്റിന് തൈറോയിഡ് ഉള്ളവരുണ്ടാകും, പെൻകഴുത്തിന് സ്പോണ്ടിലോസിസ് ഉള്ളവരുണ്ടാകും. എല്ലാം ആ സ്ഥലങ്ങളിൽ തൊട്ടുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. എവിടെയെല്ലാം രോഗങ്ങളുണ്ട് അവിടെയെല്ലാം കൈവച്ച് ഓൺലൈനിലുള്ളവരും പ്രാർത്ഥിക്കട്ടെ, ഇവിടെയുള്ളവരും പ്രാർത്ഥിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. യേശുവേ രോഗസൗഖ്യ സന്ദേശങ്ങൾക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ ഇടയിലുള്ള അങ്ങയുടെ ജീവിക്കുന്ന സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. അതുപോലെ തന്നെ വെളിപാടിന് വേണ്ടിയും ദർശനങ്ങൾക്ക് വേണ്ടിയും സ്വന്തമായിട്ട് പ്രാർത്ഥിക്കുകയും ദൈവസ്നേഹത്തിൽ നിറഞ്ഞുകൊണ്ട് സ്നേഹത്താൽ നിർഭരമായ സ്നേഹത്താൽ പ്രവർത്തന നിരതമായ വിശ്വാസത്താൽ സുവിശേഷ സാക്ഷികളാകാൻ വേണ്ടി ഉടമ്പെടുത്തവരാണെന്നുള്ള ഒരു വേർതിരിവ് നിങ്ങൾക്കുണ്ടാവണം എന്നാണ് ഇന്ന് ഈശോ പറഞ്ഞതിൻ്റെ ചുരുക്കം. സമാപന ആശീർവാദത്തിൻ്റെ സമയമാണ്. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും നമ്മുടെ ജീവിതത്തെ ഇപ്പം നൊമ്പരപ്പെടുത്തുന്ന എല്ലാ ദുരന്ത മുഖങ്ങളെയും സാഹചര്യങ്ങളെയും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിലെ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് മുമ്പേ ഒരു ദൂതനെ ഞാൻ അയക്കും, നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങളെ തിരികെ കൊണ്ടുവരുമെന്ന തിരുവചനത്തിലൂടെ ഞങ്ങൾക്ക് നൽകിയ വാഗ്ദാനത്തെ ഇപ്പോൾ അനുസ്മരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങൾക്ക് വേണ്ടി നീ ഒരുക്കി വച്ചിരിക്കുന്ന ദൈവിക പദ്ധതികൾ എത്രയും വേഗം മരിയൻ ഉടമ്പടിയിൽ വെളിപ്പെട്ട് കിട്ടിക്കൊണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഞങ്ങളെയും അൾത്താരയിൽ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം.
കാര്യങ്ങളെല്ലാം അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കാണുക. എല്ലാ ദിവസവും 5:30 മണിക്ക് അച്ഛൻ നിങ്ങളുമായിട്ട് ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിൽ. അത് ഷെയർ ചെയ്യണം, എല്ലാ ദിവസവും ഷെയർ ചെയ്യണം. ഷെയർ ചെയ്യാൻ വേണ്ടി മറ്റുള്ളവരോട് പറയുകയും ചെയ്യണം. കർത്താവിൻ്റെ ഈ വലിയ പദ്ധതി, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ 20-ാം വർഷം, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അടയാളത്തിന് ആശ്രയിച്ചുകൊണ്ട് ഉടമ്പടി ചെയ്തവരും അമ്മയുടെ പ്രത്യക്ഷീകരണം വിശ്വസിക്കുന്ന ജനകോടികൾ ഇത് ഷെയർ ചെയ്യേണ്ടതാണ്. കാര്യം പ്രത്യക്ഷീകരണത്തിൻ്റെ 20-ാം വർഷം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സുവിശേഷ വേലയാണ് അനുദിന അനുഗ്രഹ പ്രാർത്ഥന. മാതാവിൻ്റെ മധ്യസ്ഥം നമ്മൾ ഒരുമിച്ച് കൂടുന്നു എല്ലാ ദിവസവും രാവിലെ 5:30 മണിക്ക്.